സുൽത്താനുൽ ഉലമ. സുലൈമാൻ ഉസ്താദ് സാധാരണ പറയാൽ അങ്ങനെയാണ്, സുൽത്താനുൽ ഉലമ. ഞാൻ പറയുന്നത് അവരൊക്കെ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെ മനസ്സിലാക്കി, എ.പി. ഉസ്താദിനെ സംബന്ധിച്ചറിഞ്ഞു. എന്താണ് ആ വാചകത്തിന്റെ ഗാംഭീര്യമൊക്കെ? സുൽത്താൻ, നോക്കൂ നിങ്ങൾ, ചക്രവർത്തി, രാജാവ്. ആരുടെ? പണ്ഡിതന്മാരുടെ. ആരാണിത് പറയുന്നത്? ബഗ്ദാദിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് മഹാനായ റിഫായി ഷേഖിന്റെ പേരക്കുട്ടി സ്വബാഹ് റിഫായിയുടെ വാക്കുകൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും എല്ലാം ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ സ്വാധീനം നമ്മൾ കാണുമ്പോ ഉസ്താദിന്റെ പിന്നിലെ ശക്തി എന്താണ് എന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സ്വബാഹ് റിഫായി പറയട്ടെ. نعطي لقبا مباركا لشيخنا الشيخ أبا بكر حفظه الله سلطان المشايخ، سلطان العلماء، وهو يستحق بذلك لأنه يسير في أرض الله سبحانه وتعالى لتبليغ سنة رسول الله عليه الصلاة والسلام. سلطان العلماء, ഉലമാക്കളുടെ സുൽത്താൻ. ആരായിരുന്നു നൽകിയത്? കേവലം ഏതെങ്കിലും സാധാരണക്കാരനാണോ? അല്ല, ലോകപ്രസിദ്ധ പണ്ഡിതന്മാരാണ് ഇത് പറയുന്നത്. സഹോദരന്മാരെ, തെറ്റിദ്ധരിച്ചവർക്ക് അല്ലെങ്കിൽ എ.പി. ഉസ്താദ് മനസ്സിലാകാതെ പോയവർക്കുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ പരിപാടി തന്നെ സംഘടിപ്പിച്ചത്. അത് മനസ്സിലാക്കണം. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ തങ്ങൾ പാപ്പാനെ സംബന്ധിച്ചിടത്തോളം ആരോടും ഒരു വിദ്വേഷവുമില്ല, ആരോടും ഒരു വെറുപ്പുമില്ല. സ്നേഹത്തിന്റെ ലോകമാണ് അവരുടെ മുന്നിലുള്ളത്. പലപ്പോഴും എ.പി. ഉസ്താദ് പറയാറുണ്ട്, ചില പരിപാടിക്കൊക്കെ പോയാൽ ചിലപ്പോ ചിലരെ കൈപിടിക്കുന്നതിന്റെ അടി നന്നായി മുറുക്കി പിടിക്കുന്നത് കാണാം. അപ്പൊ മനസ്സിലാവും കൂടുതൽ പറഞ്ഞ ആളാണ്, വല്ലാതെ പറഞ്ഞ ആളാണ്, വല്ലാതെ പിടിക്കാതാണ്. ഉസ്താദ് ഒരു തമാശക്ക് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത്, അപ്പൊ ഏതൊരു മനുഷ്യനും ഏതൊക്കെ വാക്ക് പറഞ്ഞ ആളാണെങ്കിലും ഉസ്താദിന്റെ മുന്നിലെത്തിയാൽ, ഉസ്താദിനോട് കാര്യം പറഞ്ഞാൽ, ഉസ്താദിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ച് അവിടെ പോയാൽ ഒരാളെയും ഹൈബാക്കുന്ന ഒരു ഏർപ്പാട് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനില്ല. ഞാൻ പറയുന്നത് 35 കൊല്ലത്തെ മർക്കസിന്റെ വിജയം, അതേ ആ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം ബഹുമാനപ്പെട്ട അലിമീങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കണ്ട അലിമീങ്ങൾ മുഴുവനും. ഇനി ഞാൻ അവിടെ ഊന്നി പറയുന്നത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമീനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരുടെയും ഉസ്താദ് എന്ന് പറയാൻ പറ്റുന്ന ഉസ്താദുൽ അസാതീദ് എന്ന ഏറ്റവും വലിയ പേരിനർഹനായ ബഹുമാനപ്പെട്ട ശൈഖുനാ ഓക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഏത് പണ്ഡിതനെ എടുത്തു നോക്കിയാലും ശൈഖുനയുമായി ബന്ധമില്ലാത്ത ഒരാളെയും കാണുകയില്ല. ഇഹ്യാ ഉസ്സുന്ന എന്ന മഹത്തായ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുമ്പോ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് ശൈഖുന അവിടുന്ന് ഇഹ്യാ ഉസ്സുന്നയുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോ അതിന്റെ ഉപദേശക സമിതിയിൽ അന്ന് എഴുതി വെച്ചത് കാണാം, ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകളുടെ പേര്. നിങ്ങൾ ചിന്തിക്കണം, അന്ന് താജുൽ ഉലമ സയ്യിദ് അവറുകൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ടില്ല, ഈ രൂപത്തിൽ വലിയ നേതാവായിട്ടില്ല. പക്ഷേ അന്ന് തന്നെ ശൈഖുന ഒക്കെ ഉസ്താദ് കാണുന്നത് വലിയ ഒരു സയ്യിദായി, വലിയ ഒരു മഹാനായി ഈ കേരളത്തിനും അതുപോലെ ലോകത്തിനും മുഴുവനും നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരു മഹാ പണ്ഡിതനെ, സയ്യിദിനെ മഹാനായ താജുൽ ഉലമയിലൂടെ നേരത്തെ കണ്ട് നിർദ്ദേശിക്കുകയും പേരെഴുതി വെക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ശൈഖുന ഒക്കെ ഉസ്താദ്. ആ ഉസ്താദിന്റെ പൊരുത്തം കിട്ടിയ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. സുലൈമാൻ ഉസ്താദ് തന്നെ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു ദിവസം എല്ലാ ഭാഗത്തും പ്രശ്നങ്ങൾ വരികയാണ് എ.പി. ഉസ്താദിനെതിരെ. ഇവിടുന്ന് കേസ്, അവിടുന്ന് കേസ്, അവിടുന്ന് എല്ലാം വരുന്ന സമയത്ത് മഹാനായ ഒക്കെ ഉസ്താദ് അവിടുന്ന് അവിടുത്തെ പള്ളിയുടെ മുന്നിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞത്രേ, എല്ലാവർക്കും അവനവർ പഠിച്ചത് പറയാം, എന്റെ എ.പിക്ക് മാത്രം പറയാൻ പറ്റില്ലെന്ന്. എന്താണ് എ.പി പഠിച്ചത്? എ.പി പറയട്ടെ. ഇതൊരു പ്രഖ്യാപനമായിരുന്നു. സഹോദരന്മാരെ, എന്റെ എ.പി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ശൈഖുന ഓക്കെ ഉസ്താദാണ്. ഞാനിത് പറയുന്നത് ഓക്കെ ഉസ്താദ് ആരുടെ കൂടെ അല്ലെങ്കിൽ ഓക്കെ ഉസ്താദ് ഇവിടെ കാണിച്ചു തന്ന വഴി
ഏത് എന്നൊരാൾക്കറിയാൻ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല. സുലൈമാൻ ഉസ്താദ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാൽ മതി. ഒക്കെ ഉസ്താദിന്റെ ജീവിതം നേരെ പകർത്തിയ, ഒരു ഹർഫ് പോലും വിടാതെ അതുപോലെ പകർത്തിയ മഹാനാണ്. ഇന്ന് നമ്മുടെ സമസ്തയുടെ ഉപാധ്യക്ഷൻ കൂടിയായ നേരത്തെ സയ്യിദ് അവറുകൾ ഇവിടെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന എപ്പോഴും ഏത് സമയത്ത് നിങ്ങൾ നോക്ക്, തന്റെ ശിഷ്യനായ എപി ഉസ്താദിനെ സംബന്ധിച്ച് സംസാരിക്കാൻ ചെറിയ ശിഷ്യന്മാരായ ഞങ്ങളോട് പോലും നിങ്ങൾ മനസ്സിലാക്കണം, എപി ഉസ്താദിനെ റമദാനിലൊക്കെ ഒഴിവുണ്ടാകുമ്പോ ഞാൻ സ്വാഭാവികമായും നാട്ടുകാരനായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഉസ്താദിന്റെ സമീപത്ത് ചെന്നിരിക്കും. നമ്മളൊരു ചെറിയ മുതഅല്ലിം, പക്ഷേ വലിയ ആളുകളോട് പറയുന്നത് പോലെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മളോട് എപി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു തരും, മർക്കസിനെ കുറിച്ച് പറഞ്ഞു തരും. നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണു കടിച്ചു കൊടുക്ക്. ബഹുമാനപ്പെട്ട ശൈഖുന ഒക്കെ ഉസ്താദ് മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് എപി ഉസ്താദ് കൈപിടിച്ചു കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾ നോക്ക്. ഞാൻ കൂടുതലായി അതൊന്നും കാണിക്കുന്നില്ല. ഉസ്താദും ശിഷ്യനും ബഹുമാനപ്പെട്ട ശൈഖുന ഒക്കെ ഉസ്താദിന്റെ കൂടെ ആദരവോടെ നടന്നു പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദുമാരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അവരെ അറിയാത്തവരല്ല. ഒക്കെ ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഇനി നിങ്ങൾ നോക്ക്, ഒതുക്കുങ്ങൽ ഭാഗത്തിലൂടെ ബഹുമാനപ്പെട്ട എപി ഉസ്താദ് എങ്ങോട്ട് പോവുകയാണെങ്കിലും ഉസ്താദിന്റെ അടുത്ത് പോകാതെ പോവുക എന്നൊരു ഏർപ്പാടില്ല. അതൊരു അദബാണ്. അതെങ്ങനെ തന്നെയാണ്, വണ്ടി അറിയാതെ ഉസ്താദിന്റെ അടുത്ത് ഇന്നും അങ്ങനെ തന്നെയാണ്. വഫാത്തിന് ശേഷം അങ്ങനെയാണ്, വഫാത്തിന് മുമ്പും അങ്ങനെയാണ്. അതിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ നമ്മുടെ കേരള യാത്രയുടെ അന്ന് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നതിൽ, ഈ കേരള യാത്ര അല്ല, അതിന് മുമ്പത്തെ കേരള യാത്ര, അന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഒക്കെ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലമാണ്, ഹയാത്തിലുണ്ട്. ഒതുക്കുങ്ങലെത്തിയപ്പോ ഉസ്താദിന്റെ കേരള യാത്ര നേരെ അവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ പോയത് ശൈഖുനായുടെ കൈപിടിക്കാനാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് അദബുള്ള ശിഷ്യനെന്ന് നേരത്തെ തങ്ങളവറുകൾ സൂചിപ്പിച്ചല്ലോ. സഹോദരന്മാരെ, ചിരിച്ചുകൊണ്ട് കൈപിടിച്ച് അതേ എല്ലാ ആശീർവാദങ്ങളും കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഒക്കെ ഉസ്താദ്. അതിപ്പോ ആദ്യത്തെ കേരള യാത്രയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. തങ്ങളവറുകളോട് ചോദിച്ചാൽ അറിയാം അല്ലെ, അവിടെ എത്തുമ്പോ അങ്ങനെ തന്നെയാണ്. വഫാത്തായി എന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതൃത്വം സജീവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള യാത്ര നടത്തുമ്പോഴും ഒതുക്കുങ്ങളിലെത്തിയപ്പോ ശൈഖുനായുടെ മഖ്ബറയിൽ ചെന്ന് അവിടത്തോട് സലാം പറഞ്ഞ് സമ്മതമാക്കിയിട്ടല്ലാതെ ബഹുമാനപ്പെട്ട ശൈഖുന എപി ഉസ്താദ് തന്റെ യാത്ര നടത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ പറഞ്ഞാലുണ്ടോ ഇത് അവസാനിക്കുന്നു. SYSന്റെ പതാക ബഹുമാനപ്പെട്ട എപി ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തതാരാ? SYSന്റെ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട എപി ഉസ്താദിനെ കൊണ്ടുവന്നതാരാ? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആരെങ്കിലും അങ്ങ് നോമിനേറ്റ് ചെയ്തതല്ല. SYSന്റെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്ത് ഇനി നിങ്ങൾ SYSനെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ഇനി നിങ്ങൾ നോക്കുക, ആഷിഖുർ റസൂൽ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. നിങ്ങൾ ചിന്തിക്കണം, ജീവിതകാലത്ത് ഇപ്പോഴും എത്ര ആളുകളാണ് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദിന്റെ ആ ആണ്ട് നേർച്ച ഇൻഷാ അല്ലാഹ് ജനുവരിയിൽ വരാൻ പോകുന്നു. ഞാൻ പറയുന്നത് അതിന്റെയും ചെയർമാൻ സയ്യിദ് അവറുകൾ തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതത്തിൽ ഉസ്താദ് അവസാനമായി ആദരിച്ച അനുഗ്രഹിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദ് അവറുകൾ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുണ്ടൂരിൽ കൊണ്ടുവന്ന് വലിയ സമ്മേളനം നടത്തി, ഇതിന്റെ ഫോട്ടോ ആണ് കാണുന്നത്. നിങ്ങൾ ചിന്തിക്കണം, കുണ്ടൂർ ഉസ്താദിന്റെ ആശീർവാദം വാങ്ങിയ. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഷേഖ് ഹസൻ ഷദ്ദാദ് പറയേണ്ടതില്ല, വലിയ മഹാൻ. കേരളത്തിലേക്ക് അപൂർവം സമയങ്ങളിൽ മാത്രം വന്ന ബഹുമാനപ്പെട്ട ഹസൻ ഷദ്ദാദ്. നിങ്ങൾ കണ്ടോളൂ, എപി ഉസ്താദിനോടുള്ള അഭേദ്യമായ ബന്ധം, അതൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സ്വാബൂനി നിരവധി കിതാബുകളുടെ കർത്താവായ ഒരുപാട് മുതഅല്ലിമീങ്ങൾക്കറിയാം. ധാരാളം തഫ്സീറുകളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളും എല്ലാം എഴുതി വിജ്ഞാന ലോകത്ത് സുപരിചിതനായ സ്വാബൂനി പോലെയുള്ള പണ്ഡിതന്മാർ. അതുപോലെ തന്നെ ആരൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏത് പണ്ഡിതനെ നിങ്ങൾ ഉദ്ധരിച്ചാലും നമുക്ക് പറയാൻ കഴിയും. ആ സമയത്തൊക്കെയും ഓടി വന്ന് ബഹുമാനപ്പെട്ട എപി ഉസ്താദിന് അനുഗ്രഹം കൊടുക്കാതെ, അവിടത്തെ കുറിച്ച് പറയാതെ,
എപി ഉസ്താദിനെ ആശീർവദിക്കാതെ പോയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ പറയാ, ഈ അടുത്ത് ജീവിച്ച് വഫാത്തായി പോയ വലിയ ഒരു സയ്യിദല്ലേ ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നിങ്ങൾ ഓർക്കണം, ശിഹാബ് തങ്ങളും ഖമറുൽ ഉലമയും തമ്മിലുള്ള ബന്ധം എന്താണ്? ശിഹാബ് തങ്ങൾ മനസ്സിലാക്കി ഖമറുൽ ഉലമ ഉസ്താദ് അവരുടെ സ്ഥാനം. ഞാനിത് പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒരു ആലങ്കാരികമായി പറയുന്നതല്ല. കേരളത്തിൽ ജീവിച്ച എ മുതൽ Z വരെ ഈ അടുത്ത കാലത്ത് ബന്ധപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ അവരൊക്കെ അനുഗ്രഹം ബഹുമാനപ്പെട്ട ഉസ്താദിന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. നമ്മുടെ മംഗലാപുരം പള്ളിയുടെ ഉദ്ഘാടന സമയത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബ് തങ്ങൾ, അല്ലാഹു അവിടത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, സയ്യിദ് അവറുകൾ, നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളെ ചുംബിക്കുന്നതും ഉസ്താദിനെ കെട്ടിപ്പിടിക്കുന്നതും ഉസ്താദിനെ ആശീർവദിക്കുന്നതും ഒരൽപ്പ സമയം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അവർ തമ്മിൽ പ്രശ്നമില്ല, അവർ തമ്മിൽ ഒരു കുഴപ്പമില്ല, അവർ പരസ്പരം ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. സഹോദരന്മാരെ, എ പി ഉസ്താദിനെ അറിയണം എന്നാണ് നമ്മൾ പറയുന്നത്. ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. അറിയാതെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം ആരാണ് എ പി ഉസ്താദ് എന്ന്, ആരാണ് ഖമറുൽ ഉലമ എന്ന്. നോക്കൂ നിങ്ങൾ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സുന്നത്ത് ജമാഅത്തിന് വലിയ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ, എത്രയെത്ര പണ്ഡിതന്മാർ. നോക്കൂ നിങ്ങൾ, ഇ കെ ഹസൻ മുസ്ലിയാരോട് വലിയ ബന്ധമുള്ള മഹാൻ, അത് പറയേണ്ടതില്ലല്ലോ. ഇ കെ ഹസൻ മുസ്ലിയാരാണല്ലോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കൂടെ കൊണ്ടുപോയി പല വാദപ്രതിവാദങ്ങളും അതുപോലെ ഖണ്ഡനങ്ങളും എല്ലാ വിഷയത്തിലും ബഹുമാനപ്പെട്ട ശൈഖുന കൂടെ കൊണ്ടു നടന്ന മഹാൻ അണ്ടോണ മുഹയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ. നിങ്ങൾ നോക്ക്, സുന്നത്ത് ജമാഅത്തിന് ആരൊക്കെ കരുത്ത് നൽകിയിട്ടുണ്ടോ അവരൊക്കെ ഇവിടെ ജീവിച്ചത് മഹാനായ എ പി ഉസ്താദിനെ അനുഗ്രഹിച്ചുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് ആയിരുന്ന നെല്ലിക്കുത്ത് ഉസ്താദ് ഇന്നിപ്പോ വഹാബി കണ്ടില്ലങ്ങള് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസുമായി നട്ടം തിരികെയാണ്. ഈ ഹദീസൊക്കെ കേരളക്കരയിൽ ജനകീയമായി പഠിപ്പിച്ച ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, എ പി ഉസ്താദിന്റെ കൂടെ നടന്ന മഹാനാണ്. ബഹുമാനപ്പെട്ട പാറന്നൂർ പി പി ഉസ്താദ്, നേരത്തെ സയ്യിദ് അവറുകൾ ഇവിടെ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ അവസാനത്തെ പ്രസംഗം എ പി ഉസ്താദിന് വേണ്ടിയായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ സംഘടനാ കുടുംബങ്ങൾ ഒന്നാകെ ഒന്നിച്ചു നടത്തിയ കേരള യാത്ര പൂനൂരിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് തങ്ങള് സയ്യിദ് അവറുകളുണ്ട്, എ പി ഉസ്താദുണ്ട്. എല്ലാവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മഹാനായ പാറന്നൂർ പി പി മുഹയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ അന്ന് ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവസാനത്തെ സെക്കൻഡും തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സമയങ്ങളിൽ പോലും ചെലവഴിക്കാൻ കണ്ടത് എ പി ഉസ്താദിനെ കുറിച്ച് പറയാനായിരുന്നു. പാറന്നൂർ ഉസ്താദിന്റെ ആ പ്രസംഗം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നു. ജീവിതത്തിൽ അവസാനമായി നടത്തിയ പ്രഭാഷണം ഞാൻ ഓർക്കുന്നു. മരിക്കുന്ന അന്നത്തെ ദിവസം ഉച്ചയാകുമ്പോ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അഹ്സനി, ഇവിടെ ഒരു വഹാബി വരുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് നല്ല ഒരു മറുപടി പറയണം. ഞാൻ ഡേറ്റും കൊടുത്തു. പിന്നെ രാത്രി ഞങ്ങൾ തലശ്ശേരിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വഫാത്തായി എന്നറിഞ്ഞത്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട പാറന്നൂര് പി പി മുഹയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പണ്ഡിതനായ നമ്മുടെ നേതാവ്, അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവസാനത്തെ ഘട്ടത്തിലും ആ പൂനൂരിൽ നമ്മുടെ കേരള യാത്ര എത്തിയപ്പോൾ അതിൽ ആശീർവദിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം അത് നിങ്ങളൊന്ന് കേട്ടോളൂ. ബഹുമാനപ്പെട്ട മർഹൂം സി ഉസ്താദിന്റെ കൂടെ എ പി ഉസ്താദ് ഈ മഹല്ലിൽ ഓരോ വീട്ടിലും ഇങ്ങനെ നടന്ന് കയറിയിട്ട് പള്ളിക്കും മദ്രസക്കും വേണ്ടി തെങ്ങും കവുങ്ങുമെല്ലാം ശേഖരിച്ച ആ രംഗം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു സ്വീകരണ പരിപാടിക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു പ്രദേശമാണ് ഈ നരിക്കിനി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, നരിക്കിനി അങ്ങാടിയിലെ പള്ളിയായിരിക്കും ഒരു പക്ഷേ എ പി ഉസ്താദ് ആദ്യമായി പുനർനിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിൽ പലനിരക്കും ഇവിടെ
മഹാനവറുകൾക്ക് ബന്ധമുണ്ട്. വളരെയധികം സേവനങ്ങൾ ചെയ്തൊരു പ്രദേശമാണ്. ഒരു കാലത്ത് ഇന്നത്തതുപോലെ ദിക്കും തിരക്കുമില്ലാത്ത കാലഘട്ടത്തിൽ നടന്ന് ദീനീ സേവനങ്ങൾ ചെയ്തിട്ടുള്ളൊരു പ്രദേശം. ഇങ്ങനെ ഒരു സ്വീകരണ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. നാട്ടുകാരായ നമുക്ക് അതിൽ ആവേശമുണ്ട്. അപ്പോഴും ആവേശം കൊള്ളുകയാണ്. ജീവിതത്തിൽ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടിയിലും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ മദ്ഹ് പറയാൻ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ അവർ ദീനറിഞ്ഞവരാണ്, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിച്ചവരാണ്, മർക്കസിനെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിന് സമയം കിട്ടി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ധാരാളം മഹാരഥന്മാരെ ഞാൻ എണ്ണി. ഇനി പറയാതെ പോയ നമ്മൾ ഓർമ്മയിലില്ലാത്ത ഓർമ്മയിലുള്ളവരുമായി ധാരാളം മഹാരഥന്മാർ, അവരെല്ലാം വഫാത്തായി പോയ മഹാരഥന്മാർ, അവരൊക്കെ ആശീർവദിച്ച മഹാനായ പണ്ഡിതനാണ് ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്. എന്നാൽ ഞാൻ അവിടെ ഒന്നുകൂടി പറയാം. ഇന്ന് ഇവരുടെ ഒക്കെ ആത്മീയ നേതൃത്വം ഉസ്താദിന്റെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് ലോകത്തെവിടെയും സമാനതകളില്ലാത്ത ഒരു വലിയ നേതൃനിര എ.പി. ഉസ്താദിന്റെ കൂടെയുണ്ട് എന്നതാണ് ഉസ്താദിന്റെ വേറൊരു വിജയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് എ.പി. ഉസ്താദിന്റെ കൂടെയുള്ള പണ്ഡിതന്മാരും സാദാത്യങ്ങളും എണ്ണി നോക്ക്. ഞാൻ വിശദമായി പറയല്ല, ഒന്ന് നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകൾ പറയേണ്ടതുണ്ടോ? സാഹിദും ആലിമും ആബിദും. നോക്കൂ നിങ്ങൾ, ആ മൂന്ന് നേതൃത്വം ഒന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ കണ്ടാൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അപ്പുറത്ത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ. നോക്കൂ, ഞാൻ പറയുന്നത് ഇന്നത്തെ പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ള ഏത് പണ്ഡിതന്മാരെ എടുത്താലും, ഏതൊക്കെ അലിമീങ്ങളെ എടുത്താലും അവരുടെ എല്ലാം സാന്നിധ്യം ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ കൂടെയുണ്ട് എന്നത് ഉസ്താദിന്റെ വലിയ പവർ തന്നെയാണ്. ഞാൻ ഓർക്കുന്നു സഹോദരന്മാരെ, താജുൽ ഉലമ സയ്യിദ് അവറുകൾ അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയപ്പെടാത്ത മഹാൻ. മൂവാറ്റുപുഴ സംവാദത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോ ഞാനുണ്ട്, ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഹാജിയുണ്ട്. ഞങ്ങൾ ചെന്നപ്പോ നമ്മോട് ചോദിച്ചു, എന്തിനാടാ പോകുന്നത്? വാദപ്രതിവാദത്തിനല്ലേ? അള്ളാഹുവിനെ അല്ലാതെ ആരെയും പേടിക്കണ്ട, പോയിക്കോ, മുന്നിലും പിന്നിലും ഞാൻ ഉണ്ടാകുന്ന പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു വാക്കാണ്. അത് പറയാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമക്കും അതുപോലെ നമ്മുടെ നേതൃത്വത്തിനും കഴിഞ്ഞത് അവരുടെ ഇൽമും തഖ്വയും കൊണ്ടാ. എല്ലാം അങ്ങനെ തന്നെ. കേരള യാത്ര വലിയ സംഭവമായി. നമ്മുടെ സംഘടനാ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേർന്ന് സംഭവമായി കേരളത്തിൽ തുല്യതയില്ലാത്ത യാത്ര നടത്തിയപ്പോ അത് തുടങ്ങിക്കൊടുത്തതാരാ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളാണ്. പിന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എല്ലാ സമയത്തും കൂടെ. അപ്പൊ സാദാത്യങ്ങളുടെ ഒരു അനുഗ്രഹം എപ്പോഴുണ്ട്. തങ്ങളൊക്കെ ഒരു 16 ദിവസം, നമ്മളെ യൂസുഫുൽ ബുഖാരി തങ്ങളൊരു 10-16 ദിവസം തങ്ങളെ ഷോല് ഒഴിവാക്കിയിട്ട് പോവാന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. അത് അതിന്റെ നന്മയും അതിന്റെ കാര്യവും ആഗ്രഹിക്കാതെ പോകുന്ന നമ്മളാരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയണം. നോക്കൂ നിങ്ങൾ, താജുൽ ഉലമ സയ്യിദ് അവറുകൾ കേരള യാത്രയുടെ തുടക്കത്തിൽ ദുആ ചെയ്തുകൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു കേരള യാത്രയുടെ തുടക്കം. وعلى آل سيدنا مولانا محمد اللهم ألف بين قلوب المؤمنين وأصلح ذات بينهم وأنزل الرفقة والرحمة في قلوبهم اللهم وفقنا ووفقهم لما تحب وترضى اللهم قنا الأسماء ولا تجعلنا محلا للبلوى اللهم افعل بنا ما أنزله أهله ولا تفعل بنا ما. ഇത് ദുആ എന്ന് പറഞ്ഞാൽ എന്താ? അതാ കേരള യാത്ര അവസാനം വരെ ഉള്ള കാവലാണ് ദുആ. വെറുതെയല്ല. നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ പവർ. എന്നിട്ട് നിങ്ങൾ നോക്കും, മംഗലാപുരത്തുള്ള ബഹുമാനപ്പെട്ട താജുൽ ഉലമ കേരള യാത്രയുടെ ഓരോ വാർത്തകളും കാര്യങ്ങളും അറിഞ്ഞ് അവസാനം തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോ അവിടെയും എത്തി. നോക്ക് നിങ്ങൾ,
ഇവരൊക്കെ ഇതിന് ചെയ്യുന്ന സേവനം ബഹുമാനപ്പെട്ട AP ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് ആ നേതൃത്വം അള്ളാഹു നൽകട്ടെ. നോക്ക്, നിങ്ങൾ ഇപ്പോഴും നമ്മുടെ അനുയായികൾ എവിടെയൊക്കെ മർക്കസിന്റെ പ്രചരണം നടക്കുന്നു. ഉസ്താദിന്റെ സോലിലുണ്ട്. നിങ്ങൾ നോക്കി, ഇന്ന് നമ്മുടെ ഈ തവനൂരിൽ മർക്കസിന്റെ പ്രചരണ സംഗമം നടക്കുന്നു എന്നറിഞ്ഞ് 10 മിനിറ്റോളം ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു, സോയിർ സഖാഫിയെ വിളിച്ചു, തങ്ങൾ പാപ്പയെ വിളിച്ചിട്ട് സമ്മേളനത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെ, പ്രചരണ പരിപാടികൾ എങ്ങനെയെല്ലാം എന്ന് പറഞ്ഞ് ആശീർവദിച്ച് എന്തൊക്കെ പറയണം എന്തെല്ലാം പറഞ്ഞുകൂടാ, ഇതെല്ലാം ചെറുപ്പക്കാരായ നമ്മളെ വിളിച്ചുപോലും ഉപദേശിച്ചുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതാണ് സയ്യിദ് അവറുകൾ ചോദിച്ചത്, ഇങ്ങനെയുള്ള ഒരു നേതാവ് നമുക്ക് വേറെ എവിടെ ഉണ്ടാവും? കാന്തപുരം എന്നുള്ള വാക്കിന്റെ അധികാര അവസ്ഥ തങ്ങൾ അവറുകൾ ഒരു ദിവസം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിലേക്ക് താജുൽ ഉലമ എത്തുകയാണ് എന്ന് തുടങ്ങി തന്നതിന്റെ ശേഷം സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ എന്ന്. ചരിത്രത്തിൽ ആദ്യമായി സമ്മേളനത്തിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ. ആ ട്രെയിനിന്റെ മുന്നിൽ കയറി ബഹുമാനപ്പെട്ട താജുൽ ഉലമയുണ്ട്, ആ കോടി സഹാക്കാജി പിന്നിലുമുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് നേരെ പോയി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. ആവേശത്തോടെ ഒരു ചെറുപ്പക്കാരനെ പോലെ. ആ സ്വീകരണം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോ അതിന് സ്വീകരണം നൽകി താജുൽ ഉലമയെ ഉദ്ഘാടന വേദിയിലേക്ക് ആവേശത്തോടെ കേരള യാത്രയുടെ സമാനതകളില്ലാത്ത സമ്മേളനത്തിലേക്ക് ആ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കൊണ്ടുപോകുന്ന രംഗം കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ. ചെറുപ്പക്കാരന്റെ ആവേശത്തോടെ ആ സമ്മേളനത്തിനും പങ്കെടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഞാൻ പറയുന്നത്, ആരില്ലെങ്കിലും താജുൽ ഉലമ അവിടെ ഉണ്ടാകുമ്പോ ഒരു ശൈത്വാൻ അങ്ങോട്ട് വരില്ല. അതങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും ധൈര്യത്തോടെയാണെന്ന് സംസാരിച്ചത്. നോക്കൂ നിങ്ങൾ, അപ്പോ ഉസ്താദിന്റെ കൂടെയുള്ള സാദാത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, AP ഉസ്താദിന്റെ പിന്നിലുള്ള ശക്തി ഇവരാണ്. ഇപ്പൊ ഇവിടെ തങ്ങളവറുകൾ പറഞ്ഞല്ലോ, ഗർഭസ്ഥ ശിശുവിന് പേരിട്ട് കൊടുക്കാൻ വരെ യഥാർത്ഥത്തിൽ AP ഉസ്താദ് മാത്രമല്ല, ബഹുമാനപ്പെട്ട തങ്ങളവറുകളും ഞങ്ങളുടെയൊക്കെ നേരിട്ടുള്ള അനുഭവമാണ്. ഇവരെല്ലാം അതിന് കഴിവും അള്ളാഹു കൊടുത്തതാണ്. നമ്മൾ അസുഖിച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ അനുഭവിക്കുകയല്ലാതെ, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇനി നിങ്ങൾ നോക്ക്, കേരളത്തിലെ എണ്ണപ്പെട്ട പണ്ഡിതന്മാർ, 1-2 ആളുകൾ ഞാൻ കാണിക്കാം. ബഹുമാനപ്പെട്ട ശൈഖുന MA ഉസ്താദ് എല്ലാവർക്കും അറിയുന്ന ആളാണല്ലോ. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന ആശയം രൂപീകരിക്കുന്നതിൽ പോലും പങ്കാളിയായ, നേരത്തെ തന്നെ സമസ്തക്ക് നേതൃത്വം നൽകിയ ഒരാൾക്ക് തർക്കമില്ലാത്ത, സമസ്ത എന്തെന്നറിയണമെങ്കിൽ MA ഉസ്താദിന്റെ പുസ്തകം വായിക്കണം. സമസ്തയുടെ ചരിത്രം അത്രയും വിശാലമായി ഉസ്താദ് അവർ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MA ഉസ്താദിന്റെ സാന്നിധ്യം AP ഉസ്താദിന്റെ കരങ്ങൾക്ക് കരുത്ത് നൽകുന്നതാണ്. കണ്ടോളൂ നിങ്ങൾ, കേരള യാത്രയിൽ തൃക്കരിപ്പൂരെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട MA ഉസ്താദ് AP ഉസ്താദിന്റെ കേരള യാത്രയെ ആശീർവദിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ കേട്ടോ. ഭൂരിപക്ഷവും ഇന്ന് മയക്കുമരുന്നിലും അതുപോലെ തന്നെ ലഹരിയിലും ആണ്ടുകിടക്കുന്നു. ഏതുവരെ പരിപാവനമായി നാം നിശ്ചയിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നിരിക്കുന്ന വിവാഹവേളയിൽ പോലും ഇന്ന് മദ്യം വിളമ്പൽ ശേഷനായി മാറിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ നിലപാടിൽ അപ്പോ അതൊക്കെ ഞാൻ കുറച്ച് കാണിക്കുന്ന നമ്മളെ സമയത്തിന്റെ കുറവുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇനി ഞാൻ അവിടെ ഒന്നും കൂടി പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ച് പറയാനുണ്ട്. ചിത്താരി ഉസ്താദിനെ കുറിച്ച്, അങ്ങനെ തുടങ്ങി പൊന്മള ഉസ്താദിനെ കുറിച്ച് പലരെയും പറയാനുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബഹുമാനപ്പെട്ട ഗുരുവര്യരായ ഒക്കെ ഉസ്താദിന്റെ ജീവിതം തന്റെ ജീവിതത്തിൽ നേരെ പകർത്തിയ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അള്ളാഹു ഒരുപാട് കാലം അവിടത്തേക്ക് ആയുസ്സും
ആഫിയത്തും നൽകുമാറാകട്ടെ. ഉസ്താദ് അവറുകൾ കണ്ടോ നിങ്ങൾ, AP ഉസ്താദിന്റെ കൂടെ നടന്ന് നമുക്ക് നേതൃത്വം നൽകിയ മഹോന്നതരായ പണ്ഡിതന്മാരാണ്. ഉസ്താദിന്റെ പ്രസംഗം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. കേരള യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉസ്താദ് അവറുകൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. കോട്ടക്കലിൽ നൽകിയ സ്വീകരണത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇസ്ലാം, ഈമാന് എന്ന വിശ്വാസം മനുഷ്യ ശരീരത്തിൽ ചുമന്നു നടക്കുന്ന ചില വിശ്വാസങ്ങളും പ്രവൃത്തികളും സ്വഭാവങ്ങളുമാണ്. അത് മനുഷ്യനിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ആ മനുഷ്യനല്ലാതായി പോകും. മനുഷ്യന്മാരെ അധവദിച്ചു പോയാൽ ഉലായിക കല്ലന്നാമി വല്ലും വല്ലൽ എന്ന് പറഞ്ഞ് ആ തരം താന്നു പോകുന്ന മനുഷ്യന്മാരിൽ പെടാൻ പാടില്ല എന്നത് മനുഷ്യനെ സ്നേഹിക്കലാണ്. നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് മനസ്സിലാകുന്ന ആളുകൾ അത് നല്ലത് കൊണ്ടുനടക്കട്ടെ, ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട്, അതിനൊക്കെ എതിർക്കുക, അതിനെന്തെങ്കിലും പറഞ്ഞിട്ട് ആ ആളെ വളരെ ക്ഷീണിപ്പിച്ച് അയാളൊരു മൂലക്കല് ഈ ചീത്തൊക്കെ കേട്ടിട്ട് ഇരിക്കുന്നൊരു നിലപാടുണ്ടാക്കുക എന്നുള്ളത് ആരും വിചാരിക്കണ്ട. ദീനിൽ ഹിമ്മത്ത് എന്നിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, അതിന്റെ മേലിൽ ഉറച്ചു നിൽക്കുക. അപ്പോ അതാണ് നമ്മോട് പറഞ്ഞു, അതിന്റെ മേൽ ഉറച്ചു നിൽക്കുക, ഹിമ്മത്ത് വേണം. അത് AP ഉസ്താദിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. ഞാൻ പറയുന്നത്, അപ്പോ ഇന്നത്തെ ധാരാളം പണ്ഡിതന്മാർ, ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത പണ്ഡിത നേതൃത്വം AP ഉസ്താദിന്റെ കൂടെയുണ്ട്. വെറുതെയല്ല മർക്കസിന്റെ ശക്തി. 35 കൊല്ലം കൊണ്ട് മർക്കസ് ഉണ്ടാക്കിയത് 35,000 കൊല്ലം നമ്മൾ പ്രവർത്തിച്ചാൽ കിട്ടണമെന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ നിങ്ങൾ നോക്ക്, പൂർവകാല പണ്ഡിതന്മാരുടെയും സമകാലികരായ പണ്ഡിതന്മാരുടെയും എല്ലാ ആശീർവാദവും ബഹുമാനപ്പെട്ട AP ഉസ്താദിന് കിട്ടിയപ്പോൾ ഉസ്താദ് ഇവിടെ ആദർശ വിപ്ലവം ഉണ്ടാക്കി, സ്ഥാപന വിപ്ലവം ഉണ്ടാക്കി, വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാക്കി. ഓരോന്നോരോന്ന് ഞാൻ മെല്ലെ ഒന്നങ്ങ് പറഞ്ഞുതരാം. ഉസ്താദിന് എല്ലാ ആശീർവാദം കിട്ടിയപ്പോൾ ഉസ്താദ് ആദ്യമായി കേരളക്കാർക്ക് നൽകിയ കരുത്തെന്താണെന്നറിയോ? ആദർശത്തിന്റെ വിഷയത്തിലുള്ള കരുത്താണ്. നിങ്ങളറിയോ, ഞാൻ സുന്നിയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സമൂഹത്തെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇവിടെ വളർത്തിയെടുത്തു. ഇനി ഞാൻ അതാണ് കാണിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ, AP ഉസ്താദ് നടത്തിയ ആദർശ പോരാട്ടത്തിന്റെ വിജയം അൽഹംദുലില്ലാഹ്, മുജാഹിദുകൾ ഇന്ന് 8 കഷ്ണമായി കിടക്കുകയാണ്. ആരായിരുന്നു ഇതിന്റെ പിന്നിൽ? മുജാഹിദിന് പോലും സംശയം ഉണ്ടാവില്ല, AP ഉസ്താദാണ്. അല്ലേ? ആർക്കതിൽ തർക്കമുള്ളത്? നമ്മൾ മുസ്ലിയാരെ ഒന്നും കൊണ്ടുവരൂ. AP ഉസ്താദിന് അനുഗ്രഹം നൽകിയ ബഹുമാനപ്പെട്ട ശൈഖുന EK ഹസൻ മുസ്ലിയാർ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാ EK ഹസൻ മുസ്ലിയാരെ കൂടെ ചെറുപ്പകാലത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് പങ്കെടുത്ത വേദിയുടെ ഒരു ഫോട്ടോയാണത്. ഞാൻ പറയുന്നത്, ഇവിടെ നേരത്തെ തങ്ങളവറുകൾ പറഞ്ഞല്ലോ, EK ഹസൻ മുസ്ലിയാരെ കൂടെ നടന്ന് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി. അങ്ങനെ മഹാനായ EK ഹസൻ മുസ്ലിയാർ വഫാത്തായി. അപ്പൊ വഹാബിക്ക് ഒരു തോന്നല് വന്നു, ഇനിയിപ്പോ EK ഹസൻ മുസ്ലിയാർ പോയല്ലോ, ഇനി നമ്മൾ ഉഷാറാകാം, നമുക്ക് ഇനി ആരും പേടിക്കേണ്ടതില്ല. ആ സമയത്താണ് ഒരു കൊടുങ്കാറ്റായി ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദ് അവറുകൾ കടന്നു വന്നത്. അവിടെ നിന്ന് നടത്തിയ വാദപ്രതിവാദങ്ങൾ എത്രയേറെ നിങ്ങൾക്ക് ഞാനൊരു ദിവസം ഇരുന്ന് കേട്ടു. ഒരുപാട് പറഞ്ഞു. എന്നെ അടുത്തിരുത്തിയിട്ട് വാദപ്രതിവാദത്തിന്റെ നീണ്ട കഥ പറഞ്ഞു. 24 മണിക്കൂർ ഒരുമിച്ച് വാദപ്രതിവാദം നടത്തിയ ഒരു സ്ഥലത്ത്, പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു ദിവസം രാത്രി 10 മണിക്ക് വാദപ്രതിവാദം തുടങ്ങി. രാത്രി സുബി വരെ വാദപ്രതിവാദം സുബിക്ക് നിർത്തിയപ്പോ ഉസ്താദ് പറഞ്ഞത്രേ, ഖിയാമത്ത് നാളാവോളം ഞാൻ ഇനിയും ചോദിച്ചാൽ മറുപടി പറയും, നിർത്തിയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും ചോദിക്കാൻ ഞാൻ ഇനി മറുപടി പറയും. സുബി കഴിഞ്ഞപ്പോ മൗലവി മൈക്കെടുത്ത് പറഞ്ഞത്രേ, ഖിയാമത്ത് നാളായില്ല, ഞാൻ ചോദ്യം തുടരുകയാണ്. ഉസ്താദ് പറഞ്ഞാ ഞാൻ ഉത്തരം തുടരുന്നു. അങ്ങനെ ദുഹറായപ്പോ പിന്നെ ദുഹ്ർ നിർത്തി, പിന്നെയും തുടങ്ങി അസർ വരെ, പിന്നെയും തുടങ്ങി മഗ്രിബ് വരെ, പിന്നെ പിറ്റേ ദിവസം 10 മണി വരെ 24 മണിക്കൂർ തുടർച്ചയായി. ലാസ്റ്റ് നോക്കൂ നിങ്ങൾ, EK ഹസൻ മുസ്ലിയാർ എല്ലാവരും എത്തി. വഹാബികൾക്ക് ചോദ്യം തീർന്നുപോയി. പിന്നെ ഓരെന്നെ പോലീസിന് വരുത്തിയത്ര, ഇത് നിർത്തി കിട്ടണ്ടേ? ഞാൻ പറയുന്നത് ഒരു ഒരുക്കവുമില്ലാതെ നേരെ നടത്തിയ വാദപ്രതിവാദം. കൊട്ടപ്പുറം സംവാദം കേൾക്കുന്ന ഇന്നും വഹാബിക്ക് പേടിയാ. ആ പേരിനോട് തന്നെ എന്തോ ഒരു പേടിയാ. കൊട്ടപ്പുറം കേൾക്കുമ്പോൾ എന്തോ ഒരു പറയൽ ഇങ്ങനെ കാണാം. എന്തേ സംഗതി? മഹാനായ ഖമറുൽ ഉലമയുടെ വാക്കുകൾ ഇന്നും കൊട്ടപ്പുറത്തിന്റെ അന്തരീക്ഷങ്ങളെ ശക്തമായി നിലനിൽക്കുകയാ. നിങ്ങൾക്കറിയോ, അന്നൊരു ചോദ്യം ചോദിച്ചു, എന്താ മൗലവി ശിർക്ക്? ആ ഉത്തരത്തിലായി ഇന്നും വഹാബി പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയൂ,
ശിർക്ക് എന്താന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല, ഇനിയറ്റ തീരുമാനം ആകൂല. അതിന്റെ പേരിൽ അപ്പോഴും ആ ചോദ്യത്തിന്റെ ഒരു ശക്തി സുബ്ഹാനല്ലാഹ്. ഓരോ പോയിന്റ് മൂവാറ്റുപുഴ സംവാദത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോ മൂവാറ്റുപുഴത്തിന് മുമ്പും വിളിക്കുകയാണ് ഫോണിൽ, ഇന്നമാവലേക്കും എന്നുള്ള ആയത്ത് ഓതുമ്പോ അതിന്റെ അവസാനം പ്രത്യേക ഊന്നി പറയണം കേട്ടോ, ഏത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോ ഒരു വിഷയത്തിൽ ഉസ്താദിന്റെ കണ്ണ്, ഉസ്താദിന്റെ ശ്രദ്ധ, സഹോദരന്മാരെ 28 കൊല്ലത്തോളമായി വാദപ്രതിവാദം നടന്നിട്ട് നിങ്ങൾക്കറിയോ? ഒരു കാര്യം ഞാൻ പറയാം, 30ാം വാർഷികം ആവുമ്പോഴേക്ക് വഹാബിസം എന്ന സാധനം തന്നെ ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ നിന്ന് ഇല്ലാതെയാകുന്ന അവസ്ഥയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നോക്കൂ, നിങ്ങൾ അന്ന് വരെ ചിലവരൊക്കെ പറഞ്ഞു, കൊട്ടപ്പുറത്ത് വിജയിച്ചത് ഞങ്ങൾ തന്നെയാണ്, കാന്തപുരം തോറ്റു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നമ്മളെ സലാം സലമീനൊന്ന് കൊണ്ടുപോവാ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. മുജാഹിദ് നേതാവ് ഇതാരാ? ഇത് ഞങ്ങളാരും പറയുന്നതല്ല, മുജാഹിദിന്റെ നേതാവായ അബ്ദുസ്സലാം സുല്ലമി, ഇടവണ്ണ വലിയ ഷെയ്ഖാണ്, ഓല ഭാഷയിലെ ഷെയ്ഖുൽ ഹദീസ് എന്നാ പേര്. ഇയാള് പിന്നെ ഭയങ്കര യുക്തിവാദിയാണ്. ഇടവണ്ണ സുല്ലമി പറഞ്ഞാൽ തന്നെ യുക്തിവാദത്തിന്റെ ആശാന. ഇപ്പൊ പുതിയ ഫത്വ വന്നിട്ടുണ്ട്. ഇയാളോട് ചോദിച്ച്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിസ്കരിക്കുമ്പോ ആരാ ഇമാമ് നിൽക്കേണ്ടത്? ഇയാൾ പറഞ്ഞു, ഭാര്യയാണ് ഇമാമ് നിൽക്കാൻ നല്ലത്. കാരണം ബാക്കിൽ നിർത്താൻ പേടിയ വല്ല ജിന്നും കൊണ്ടുപോയാലോ. നിങ്ങൾ മനസ്സിലാക്കണം എന്തൊരവസ്ഥ. ഇയാളോട് വേറെ ചോദ്യം, ഫത്വ അങ്ങനെ ഹോൾസെയിലായി കൊടുക്കും, അതിന് യാതൊരു മടിയില്ലാത്ത ആളാണ്. നിസ്കരിക്കുമ്പോൾ പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യണം? ഇനി ഇയാൾ കൊടുത്ത മറുപടി, വടിയെടുത്ത് കൊണ്ടുവന്ന് പാമ്പിനെ അടിച്ചു കൊന്ന് നിസ്കാരം തുടരാവുന്നതാണ്, നിസ്കാരം നിർത്തേണ്ടതില്ലാതെ. ഇയാളൊക്കെ നിസ്കാരം മുറിഞ്ഞു കിട്ടണി പോകാൻ പറ്റേണ്ടി. നിങ്ങൾ നോക്ക്, സകല വിഷയം മാറ്റി നമ്മൾ കക്കൂസ് പോകുമ്പോൾ ദിക്റല്ലേ, അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. ഇയാൾ പറഞ്ഞു, നമ്മൾ പണ്ടൊക്കെ അതിന് അർത്ഥം പഠിച്ചത് എന്താ? ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും കാവൽ ചോദിക്കുന്നു. ഇപ്പൊ മൗലവി പറഞ്ഞു അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല, അങ്ങനെ ഒരു പിശാചന്നില്ല, കക്കൂസിൽ കൊതുകാനുണ്ടാകുക. അങ്ങനെ മൗലവി കൊടുത്തു അർത്ഥം, ആൺ കൊതുകിൽ നിന്നും പെൺ കൊതുകിൽ നിന്നും കാവൽ ചോദിക്കുന്നു. മൂപ്പര് കക്കൂസ് പോയ വേറെ ശൈത്താൻ അവിടെ ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, എന്തൊരവസ്ഥയാണ് ഇവരുടെ കാര്യം. ഏതായാലും ഇയാൾ പറയുന്നതെന്ന് കേട്ടോട്ടോ. സലാം സുല്ലമിയാണ് പറയുന്നത്, AP ഉസ്താദിന്റെ കൂടെ അന്ന് വാദപ്രതിവാദത്തിന് ഇയാളുണ്ട് സ്റ്റേജിൽ, മുജാഹിദിന്റെ സ്റ്റേജിൽ ഇയാളുണ്ട് സലാം സുല്ലമി. ഇപ്പൊ അയാൾ പറയാണ്, സത്യം പറഞ്ഞാൽ കൊട്ടപ്പുറത്ത് തിളങ്ങിയത് AP ഉസ്താദിനെ തർക്കൊന്നുമില്ല. മാത്രമല്ല അയാൾ പറയുന്നത്, AP ഉസ്താദിനോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി വന്ന ഞങ്ങളെ നേതാവ് ചെറിയ മുണ്ടം. അയാൾ പറയാ, അയാൾ വാക്ക് ഞാൻ എടുത്തു ധരിച്ചതാ, ചെറിയ മുണ്ടാണല്ലോ അവിടെ വന്നത്. ചെറിയ മുണ്ടത്തിന് എന്തിനാണ് അവിടെ കിതാബ് കൊണ്ടുവച്ചതെന്ന് പോലും അറിഞ്ഞില്ലായിരുന്നു. ഒരു വാദപ്രതിവാദത്തിന് മുമ്പ് ആദ്യം അറിയണ്ടേ എന്തിനാ? കുറെ കിതാബ് അവിടെ അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും. ഈ കിതാബിൽ എന്താ ഉള്ളത് അറിയണ്ടേ? ഇനിയാൾ പറയാണ്, നമ്മളെ മൗലവി അയാൾക്ക് കിതാബിന് എന്തിനാന്ന് അറിയില്ല, അങ്ങനെ ആകെ വായിച്ച് മൗലവിനെ വഷളാക്കി. ഒന്ന് കേട്ടോ നിങ്ങള്, AP ഉസ്താദിന്റെ വിജയമല്ലേ ഇത്? കൊട്ടപ്പുറം സംവാദം അതിന്റെ വിജയം ആഘോഷിക്കുന്നത് വഹാബികളല്ലേ? അവരല്ലേ അത് പറഞ്ഞിരുന്നത് നമ്മളെ വിജയിച്ച്? സലാം സുല്ലമിയുടെ വാക്കുകൾ കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായി വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായി വിജയം കിട്ടിയില്ല, അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്, വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ എല്ലാം അറിയാം. കൊട്ടപ്പുറം സംഭവം പറഞ്ഞല്ലേ, കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തിളങ്ങി തിളങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്, നമ്മൾ മറച്ചെത്തിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംവാദത്തിൽ പങ്കെടുത്ത ആളാണ്. സംവാദം ഞാൻ സ്റ്റേജിൽ ഇതൊക്കെ ഞാൻ കുറിപ്പൊക്കെ ഉണ്ടാക്കിയത് ഞാനായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മരുവായിരുന്നു. അതിനുള്ള എല്ലാ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ APന്റെ ഇതിന് സ്ഥാനത്ത് ഇയാളെ കയറ്റി ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണം? കാരണമൊന്നുമില്ല, ഇങ്ങനെ ചെറിയ മുണ്ട വന്നത്. അതന്നെ ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലുള്ള ആ സമയത്ത് വരിക, അവിടെ കയറിയ പിറ്റേ സ്റ്റേജിൽ നിന്ന്. അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത് കോട്ടപ്പുറം. പണ്ഡിതോചിതമായിട്ടുണ്ട്. എന്നാലും പണ്ഡിതോചിതമായിട്ടും ഇതായിട്ടില്ല, അമർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ഡിതോചിത ഇപ്പൊ തെളിവ് നല്ലോണം പറയുകയാണെങ്കിൽ സാധാരണ പാചാലത ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നിഷ്പക്ഷ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആയത്തുകൾ തന്നെ കുറെ മനപ്പാടില്ലാത്ത മതിയുള്ളൊരു ഇതാണ്. ഒരൊറ്റ ആയത്തമ്മ കുലിദൂല്ലദീന സഅംതും മിൻ അതിമ തന്നെ കടന്നിട്ട് കളിച്ചാണ്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതില് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വ്യക്തി വൈരാഗ്യം കാണിക്കാൻ പാടില്ല. ഞാനും അലിക്കർമാലും കൂടുതൽ ബാധിച്ച ഈ തങ്ങളെ കയറ്റണമെന്നാണ്. അത് ചിലർക്ക് ഞാൻ ആളെ പറഞ്ഞില്ല, ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യം ആളെ കയറ്റാതിരിക്കുന്നതാ. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തത്തെ പ്രലോഭിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ പുളിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വാദപ്പത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചതെന്ന് എന്തിനെടുത്ത് വെച്ചതെന്ന് അറിയില്ല. അതാണ് ഇബിന് ജരീർ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റേതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അത് നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ആ ഇബിന് ജരീർ അവിടെ വെച്ചിരുന്നത് ദുആന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തെങ്കിലും എടുത്തു വെച്ചതെന്ന് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉന്നതുണ്ട്, നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾ എത്ര സ്റ്റഡി ചെയ്തിട്ടും കാര്യമില്ല. ഖമറുലുലമയായിരുന്നല്ലോ അപ്പുറത്തുള്ളത്. സഹോദരന്മാരെ, ഈ മൗലവിമാരെ ഗതി നിങ്ങൾ നോക്ക്. കിതാബ് തന്നെ എടുത്തു വെച്ചത് എന്തിനാന്നറിയില്ല. മസലഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ എന്ന് പറഞ്ഞല്ലോ. ഈ കോലത്തിലാണ് ഇവരുടെ അവസ്ഥ. എന്താണ് കിതാബുള്ളത് എന്ന് പോലും അറിഞ്ഞിരുന്നില്ല. കൊട്ടപ്പുറം സംവാദത്തിന്റെ പ്രസക്തി എല്ലാ കാലത്തും ഇങ്ങനെ തെളിഞ്ഞു വരിക. അന്ന് ഉസ്താദ് പറഞ്ഞ 2 വാക്ക് ഞങ്ങളെ കേൾപ്പിക്കാം, കൂടുതലൊന്നുമില്ല. അന്ന് സീഡി ഇല്ലാത്തത് വലിയ നഷ്ടമായി പോയി. ശബ്ദം മാത്രമേ നമുക്ക് കിട്ടൂ. അതിന്റെ നിങ്ങൾ ശ്രദ്ധിക്കണം. 2 കാര്യങ്ങൾ കൊട്ടപ്പുറത്തുനിന്ന് മൗലവിയോട് പറഞ്ഞ 2 വാക്കുകൾ. ഒന്ന്, മൗലവിമാരെ, സ്വഹാബികളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. എപി ഉസ്താദിന്റെ വാക്കുകളായിരുന്നു. കാരണം സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞവരാണ് നിങ്ങൾ. സ്വഹാബികളെ കുറിച്ച് നിങ്ങൾ മിണ്ടാൻ പാടില്ല. എത്ര ശക്തമായിരുന്നു ആ വാക്കുകൾ. ആദർശ കേരളത്തിന് എന്താണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടും. കൊട്ടപ്പുറം സംവാദത്തിലെ പ്രധാനപ്പെട്ട ഒരൊറ്റ വാചകം അന്ന് 10-28 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊട്ടപ്പുറത്ത് വെച്ച് പറഞ്ഞ ആ വാക്കിന്റെ ഒരു ഖനം നിങ്ങൾ നോക്കിക്കോ, ഒന്ന് കേട്ടോളൂ. കൊട്ടപ്പുറം സംവാദത്തിന്റെ ഒരു അല്പഭാഗം. അത് മരിച്ചുപോയ മഹാത്മാക്കളുടെ വിഷയമായി എവിടെ കിടക്കുന്നു? സഹാബത്തിന്റെ തൗഹീദുണ്ട് എന്ന് അറിയാത്തവരാണെന്നല്ലേ ഇവിടെ പഠിപ്പിച്ചത്. ഇപ്പോ അറിയാത്ത വിവരം കെട്ട സഹാബത്ത് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ വിവരമില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. വിവരമില്ലാത്തവർ പറഞ്ഞത് തെറ്റില്ലാന്നല്ലേ പറഞ്ഞത്. പിന്നെ ആ മരം ഇവിടെ കൊണ്ടുവരണോ? സഹാബത്തിന് വിവരമില്ല, വിവരം കെട്ട സഹാബത്ത്, അറിവില്ലാത്ത സഹാബത്ത് എന്നല്ലേ ഇപ്പൊ പറഞ്ഞതിവിടെ. ആ ചോദിച്ചത് ആ അറിവില്ലാത്തവർ പറഞ്ഞത് എന്തിനൂടെ തെളിവായി എടുക്കണം? അറിവില്ലാത്തവരാണെന്ന് പറഞ്ഞത് പിൻവലിക്കണം. അല്ലെങ്കിൽ ആ സഹാബത്ത് ചോദിച്ചത് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അറിവില്ലാത്ത സഹാബത്ത്, വിവരം കെട്ട സഹാബത്ത് ചോദിച്ചു എന്നല്ല പറഞ്ഞത്. ആ സഹാബത്ത് ചോദിച്ചത് ഇവിടെ എന്തൊരു തെളിവ് കൊണ്ടുവരണം. അല്ലെങ്കിൽ സഹാബത്ത് അറിവുള്ളവരാണ്, വിവരമുള്ളവരാണ്, തൗഹീദ് പഠിച്ചവരാണ് എന്ന് പറയണം. ഒരുപക്ഷെ സഹാബത്തിനെ സംബന്ധിച്ച് വിവരമില്ലാത്തവരെന്ന് പറഞ്ഞത് സഹാബത്ത് വിവരം ഉള്ളവരാന്ന് പറഞ്ഞ് മാറ്റി പറയണം. അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ അവകാശമില്ല. ഇനി ഞാൻ ഒറ്റ വാക്ക് കൂടി കാണിക്കാം. അതിന്ന് മുജാഹിദ് ചർച്ച ചെയ്ത് തോലഞ്ഞ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉസ്താദ് എന്ന് ചോദിച്ചു, എന്താ മൗലവി പ്രാർത്ഥന? എല്ലാ അപേക്ഷയും പ്രാർത്ഥനയാണോ? എപ്പോഴാണ് ദുആ ആവുക? ആ ചോദ്യമൊക്കെ ഉണ്ടല്ലോ. വഹാബികൾ പരസ്പരം ചോദിക്കാണ്. സക്കറിയ സ്വലാഹി കായക്കോടിനോട് ചോദിക്കാണ്, എപ്പോഴാ മോനെ ദുആ ആകുക? അപ്പൊ ഇയാൾ ഇങ്ങോട്ട് അല്ല, എങ്ങനെ എപ്പോഴാ തേട്ടാകുക? അവരുടെ തീരുമാനത്തിലെത്തിയിട്ടില്ല. 28 കൊല്ലം മുമ്പ് ആദർശ വിപ്ലവത്തിന്റെ ഏറ്റവും ഉന്നത പാതയിലേക്ക് കൈരളിയെ മുന്നോട്ട് കൊണ്ടുപോയ കാന്തപുരം ഉസ്താദ് ഖമറുൽ ഉലമ കൊട്ടപ്പുറത്ത് വെച്ച് മുജാഹിദുകളോട് പറഞ്ഞ വാക്കുകൂടി കേട്ടോളൂ നിങ്ങൾ. എന്ന് പറയണം. ഒരുപക്ഷെ സഹാബത്തിനെ സംബന്ധിച്ച് വിവരമില്ലാത്തവരെന്ന് പറഞ്ഞത് പിൻവലിച്ചു എന്നിട്ട് സംസാരിക്കാം. അല്ലാത്ത കാലത്തോളം ആ ഹദീസ് മഹത്വമത്തേറാൻ പോയിട്ട് പ്രയോജനമില്ല. ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടൽ അത് പാടുണ്ടോ ഇല്ലേ എന്ന വിഷയമാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ സഹായം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇന്നലെ തോറ്റു. അപേക്ഷിക്കുക എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാത്ത വേറെ വല്ല അർത്ഥവുമാണോ പ്രാർത്ഥന എന്നത്? എല്ലാ അപേക്ഷയും അത് ശിർക്കാണോ? ഇന്നലെ ചോദിച്ച ചോദ്യം അവശേഷിച്ചു കിടക്കുന്നു. മറുപടി പറയണം. എന്ന് പറഞ്ഞ ദുആയിൽ എല്ലാ ദുആവും പെടുമോ? ഏതെല്ലാം പ്രാർത്ഥനയാണ് അതിൽ പെടുക? അൽഹംദുലില്ലാഹ്, കൊട്ടപ്പുറത്ത് വെച്ച് മഹാനായ ശൈഖുന തുടങ്ങിയ ആ വിപ്ലവം അത് അവിടുത്തെ ശിഷ്യന്മാരിലൂടെ, പാവപ്പെട്ട പ്രവർത്തകരിലൂടെ, നേതാക്കളിലൂടെ അത് ഇന്ന് വരെ എത്തിയപ്പോൾ മുജാഹിദുകൾ എവിടെ എത്തിയെന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സഹോദരന്മാരെ, എപി ഉസ്താദ് നയിച്ച, മർക്കസ് നയിച്ച, നമ്മുടെ
സാദാത്യങ്ങൾ നയിച്ച ആദർശ വിപ്ലവത്തിന്റെ ഫലം ഞാൻ നിങ്ങളെ ഒന്ന് വരച്ചു കാണിച്ചു തരാം. എടുക്കൂ മുജാഹിദ് ബാലുശ്ശേരിയെ, നിങ്ങളൊന്ന് നോക്ക്. ഇയാളേതാ സാധനം? പേരെന്നെ മുജാഹിദ്, മാറിപ്പോണ്ടെന്ന് വിചാരിച്ച് പേരിട്ടതാ. ഇയാൾ പണ്ട് നടത്തിയ ഒരു പ്രസംഗവും ഇപ്പൊ നടത്തിയ ഒരു പ്രസംഗവും ഞങ്ങളെ കളിക്കാം. ഒന്ന് കേട്ട് നോക്ക്. ആദ്യത്തെ പ്രസംഗം അതിൽ ഇയാൾ അന്ന് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് ഗിഫ്റ്റ് ആണെന്നാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാഹുവിന്റെ സമ്മാനമാണ് മുജാഹിദ്. എന്തായിന്നറിയോ? ആ സമ്മാനത്തിന് മൂപ്പര് ഔട്ടാ. അള്ളാഹ് കൊടുത്ത ശിക്ഷഘട്ടങ്ങള് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അടങ്ങിയിരുന്നെങ്കിൽ ഇവിടെ എന്താവും? മറുപടി പറയണ്ട, അല്ലെങ്കിൽ വാദപ്രതിവാദം വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ വഹാബി എങ്ങനെ ഉണ്ടായിണ്ടാവും ഇപ്പോ? പക്ഷേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ, ബഹുമാനപ്പെട്ട യൂസുഫുൽ ജിലാനിയെ പോലെയുള്ള നമ്മുടെ നേതാക്കൾ നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാരെ വിളിച്ച് മറുപടി പറയണം, വാദപ്രതിവാദം നടത്തണം, ഖണ്ഡനം നടത്തണം, വഹാബിക്കെതിരെ ആദർശ സമരം നടത്തണമെന്ന് പാവപ്പെട്ട ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചപ്പോൾ അൽഹംദുലില്ലാ വഹാബി എന്ന സാധനം ചരിത്രമായി മാറാൻ പോവുകയാണ്. ഇയാൾ ആദ്യത്തെ പ്രസംഗം അവസാനത്തെ പ്രസംഗം കേട്ടോ. ഇത് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റാ, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്. ഭയങ്കര സമ്മാന, അള്ളാന്റെ സമ്മാനാന്നാ പറഞ്ഞു. പക്ഷേ കാലം കഴിഞ്ഞു, കാലം തന്നെ അതിന് മറുപടി കൊടുത്തു. അയാൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് ഔട്ടാണ്. മുജാഹിദ് പ്രസ്ഥാനം വേറെ മുജാഹിദ് അയാള് 8 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് അയാളെ ഗ്രൂപ്പാ. ഗ്രൂപ്പിലാ മൂപ്പരുള്ളത്. ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ആർക്കെതിരെ പ്രസംഗം? AP ഉസ്താദിനെതിരല്ല. ബഹുമാനപ്പെട്ട വൈലത്തുള്ളങ്ങളൊക്കെ ഒരുപാട് കാലികൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങളവറുകള് നമ്മളെ ചെന്നൈയിലുള്ള ഒരു വലിയന്റെ സമീപത്ത് പോയിട്ടൊന്ന് ചുംബിച്ചതാ, എന്നിട്ട് തങ്ങളവറുകൾ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് കാലം വച്ചുണ്ടാക്കി നടന്നു. ഞങ്ങളതിന്റെ പിന്നാലെ നടന്നു. മൗലവിയോട് ചോദിച്ചു, പറയണം വൈലത്തൂർ തങ്ങൾ സുജൂദ് ചെയ്തു. ഞാൻ മൗലവിനോട് ചോദിച്ചു, സുജൂദ് ചെയ്യണമെങ്കിൽ എത്ര ഷർത്തുണ്ട്, എവിടെയൊക്കെ വെക്കണം, എത്ര അവയവങ്ങൾ വെക്കണോ സുജൂദ് ചെയ്യണമെങ്കിൽ? നെറ്റി വെക്കണ്ടേ? സുജൂദ് എന്നുള്ള കസ്ത് വേണ്ടേ? അപ്പൊ മൗലവി പറഞ്ഞു, അത് നിസ്കാരത്തിലെ സുജൂദിനാണ്. ഞാൻ ചോദിച്ചത്, പിന്നെ അത് നോമ്പിലെ സുജൂദാ? പോയത്തം പറയാനായിട്ട് മൗലവിമാര് നടക്കുന്ന ഒരു കാലം നിങ്ങൾ നോക്ക്. നോക്കൂ നിങ്ങൾ, അതിന്റെ ഫലം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നല്ലേ നേരത്തെ പറഞ്ഞത്. AP ഉസ്താദും നമ്മുടെ സംഘടനയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയതിനെ വഹാബി എതിർക്കാനാ. സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, നമ്മുടെ സംഘടനാ കുടുംബവും നമ്മുടെ സംഘടനവും നമ്മുടെ നേതാക്കളും സദാത്യങ്ങളും ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ചപ്പോ അതേ ബാലുശ്ശേരിയുടെ പുതിയ പ്രസംഗം അയാൾ പ്രസംഗിക്കാൻ വേണ്ടി വന്നത് തന്നെ ഒരു മൊബൈലും പിടിച്ചിട്ടാ. മൊബൈലിന്റെ കവർ എടുത്ത് ചോദിച്ചു, മൊബൈലിനാണോ വില, കവറിനാണോ വില? മൊബൈലിനാണ് ഉറപ്പല്ലേ? ഇയാൾ പറഞ്ഞു, നമ്മളെ സംഘടനക്ക് ഇപ്പൊ കവർ മതി, മൊബൈൽ വേണ്ട. ആദർശം വേണ്ട, സംഘടനീയ അധികാരം മതി, ആദർശത്തിന് ഒരു വിലയില്ല. ഇങ്ങനെയായി മുജാഹിദ് പ്രസ്ഥാനമെന്ന് ഞാൻ പറയുന്നതല്ല, തങ്ങളവറുകൾ പറയുന്നതല്ല. മുജാഹിദെ, നിങ്ങൾ ഉപ്പും ചോറും കൊടുത്ത് വലുതാക്കിയ നിങ്ങളുടെ പ്രഭാഷകനായ മുജാഹിദ് ബാലുശ്ശേരിയുടെ എന്ന് മാത്രല്ല, ഞങ്ങൾ ഓതിക്കൊടുക്കുന്ന പല ആയത്തും ഇവർ പഠിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഓതിക്കൊടുത്ത ഒരുപാട് കാലം ഇവരോട് بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അള്ളാഹുവിന്റെ റസൂലിനോട് എതിർ പ്രവർത്തിച്ചാൽ, മുഅ്മിനീങ്ങളെ വഴിയല്ലാത്തതിനെ പിന്തുടർന്നാൽ അള്ളാഹു അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഈ ആയത്ത് ഓതിയിട്ട് ബാലുശ്ശേരി പറയാണ്, ഇത് സുന്നികളോട് പറയാനുള്ളതല്ല, മുജാഹിദുകളെ അത് നമുക്കുള്ളതാണ്. കേട്ടോളൂ നിങ്ങൾ. ഒരു മൊബൈലാണ്, ഉദാഹരണത്തിന് എനിക്ക് ക്ലിക്ക് ചെയ്യാതെ പോലും ഇതൊരു മൊബൈലാണ്. ഇത് മൊബൈലിന്റെ കവറാണ്, മേജിക് കാണിക്കൊന്നല്ല, പഠിച്ചോളി മനസ്സിലാക്കി. ഇതാണ് മൊബൈൽ, ഇതിനാണ് പ്രാധാന്യം. ഇത് താഴെ വീണ് ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ അതുപോലെയാണ് നമ്മൾ സംഘടന. എന്തിനാ? ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ. ഏതുപോലെ ജ്വല്ലറി പോയി, ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി, അപ്പൊ ഒരു പെട്ടിയിലിട്ട് കൊടുത്തു, ഒരു ചുവന്ന കടലാസിൽ. ഒരുത്ത സ്വർണം കളഞ്ഞ് പെട്ടി മുറുക്കി പിടിച്ച്, ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ,
ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ ഒരു തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്, ആദർശപരമായി തെറ്റ് ചെയ്ത 1 കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയാണ് ഞാൻ വഹിക്കുന്നത്, നിഷേധിക്കാനാവാത്ത രേഖയാണ്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു, ബുഖാരിയെ തള്ളിക്കളഞ്ഞു, ഹദീസ് നിഷേധിച്ചു, ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ചു, കൊച്ചാക്കി, അയാൾക്ക് 1 വർഷം പണിഷ്മെന്റ്. സംഘടനാപരമായി ചെയ്താലോ ആജീവനാന്തം പുറത്ത്. നമുക്ക് ആദർശാണോ വലുത്, സംഘടനയാണോ? എന്നെയും തിരിച്ചറിയുന്നില്ലേ? ആയിക്കോ പോയിക്കോ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അത് നിന്നെ കുറിച്ച് എന്നെ കുറിച്ച്, അത് സമസ്തക്കാർക്കെതിരെ ഓതാനുള്ളതല്ല. അൽഹംദുലില്ലാ, അതല്ലേ ഞങ്ങൾ ആഗ്രഹിച്ചത്, ഞങ്ങൾ വഅദ് പറഞ്ഞത്, ഞങ്ങൾ ഖണ്ഡനം നടത്തിയത്, വാദപ്രതിവാദം നടത്തിയത്. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞത് മുഴുവനും ഇ.കെ.എസ്. മുസ്ലിയാർ പഠിപ്പിച്ചത്, ഖുതുബുൽ ആലം ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി നേതൃത്വം നൽകിയത്. അതിനിവിടെ അർത്ഥം കാണുകയാണ്. ശരിക്ക് ചിന്തിച്ചോ സഹോദരന്മാരെ, ആരെയും പേടിക്കണ്ട. അല്ലാഹുവിനെ അല്ലാതെ മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ മർക്കസ് നയിച്ച ആദർശ വിപ്ലവം മാത്രമല്ല, മുജാഹിദ് ബാലിശേന്റെ തൊഴിൽ എന്തായിരുന്നു? സാധാരണ മുശ്രിക്കാക്കലല്ലേ മൂപ്പരെ പണി. ഹാജിമാരെ പോലെ മൂപ്പർ മുശ്രിക്കാക്കിയില്ലേ? ഹാജിമാരിൽ 5 ലക്ഷം ഒഴികെ ബാക്കി ഔട്ട് എന്നല്ല മൂപ്പര് പറഞ്ഞേ. എന്നാൽ കഴിഞ്ഞ മാസം ഒരു പത്രത്തിൽ ഒരു വാർത്ത, മുജാഹിദ് ബാലുശ്ശേരി മുശ്രിക്കാണ്. ആരാ വാർത്ത കൊടുത്തത്? ഞങ്ങളാ? നമ്മളല്ല, മുജാഹിദിന്റെ നേതാക്കൾ പത്രപ്രസ്താവന കൊടുത്തു, മുജാഹിദ് ബാലുശ്ശേരി മുശ്രിക്കായിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, അയാൾ രോഷം കൊള്ളുന്നത്. ഞാൻ വിടൂല, അത് നിങ്ങൾ വിടാതെ പിടിച്ചവിടെ. 2.5 മാസക്കാലം എനിക്ക് നേരെ വന്ന പല ആരോപണങ്ങളും ഞാൻ ക്ഷമിച്ചു, വിശദീകരിച്ചില്ല. അതൊക്കെ വ്യക്തിപരമാണ്. എന്നാൽ ഞാൻ നരകാവകാശിയാകുന്നു, മുശ്രിക്കാകുന്നു എന്നൊരു പത്രത്തിൽ, അത് ഞാൻ വിടില്ല, അത് ഞാൻ വിടില്ല. അത് ഞാൻ ഇവിടെ പരാമർശിക്കുകയാണ്. അവിടെ പിടിച്ചാടെ കുത്തണം, വിടൂല മൂപ്പര്. നമ്മളെ ആലിമീങ്ങളും സാദാത്യങ്ങളും ഒക്കെ മുശ്രിക്കാക്കിയിട്ട്. പണ്ട് ഉമർ മൗലവി പറഞ്ഞ കേട്ടില്ലേ? എ പി ഉസ്താദും ഇ.കെ. ഉസ്താദും കെ.വി. മുഹമ്മദ് മുസ്ലിയാരും മുശ്രിക്കാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും കാണാത്ത ആയത്ത് മൂപ്പര് സ്വന്തം കണ്ടതാണ്. വഫാത്തിനോടടുത്ത സമയത്ത് ഉമർ മൗലവിയല്ലേ കത്തെഴുതിയത്? ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിം ആകണമെന്ന് പറഞ്ഞ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നേതൃത്വത്തിന്റെ പക്വമായ ഇടപെടൽ. ഇന്ന് നമ്മൾ അതിന് മറുപടി പറഞ്ഞു. മൂവാറ്റുപുഴയിൽ വാദപ്രതിവാദത്തിന് വന്നു. മൗലവിമാരെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ ചോദിച്ചു, കായക്കുടി ഹനീഫ് മൗലവിയോട് ചോദിച്ചു, നിന്റെ ഉസ്താദായ ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? അയാൾ പറഞ്ഞു മുശ്രിക്കാണ്, പണ്ടെന്നെ മുശ്രിക്കാണ്. അപ്പൊ സക്കരിയ സലായി, ഓനും കാഫിറാണ്. അപ്പൊ നീയോ? ഞങ്ങളും കാഫിറാണ്. അപ്പൊ ഷൗക്കാനിയോ? അയാളും മുശ്രിക്കാണ്. ഓലെന്നോലെ മുശ്രിക്കാക്കി. നിങ്ങൾ തന്നെ കാഫിറുകളായി പോയോ? നിങ്ങളെ പണ്ഡിത സഭയിൽ എത്ര കാഫിറുകളുണ്ട് എന്ന് മുഖത്ത് നോക്കി ചോദിക്കേണ്ടി വന്നു. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. എന്നിട്ട് സംവാദം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇയാൾ പറയാണ്, ഹനീഫ് കായക്കൊടി സംഗതി ജബ്ബാർ മൗലവിന്റെ ഉസ്താദാണ്, പക്ഷെ അയാൾ കടുത്ത ബിംബാരാധകനാണ്. എങ്ങനെ? സുന്നികളെ കുറിച്ചല്ല, മുജാഹിദുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ലോക്കൽ ബിംബാരാധകനൊന്നല്ല. ജബ്ബാർ മൗലവിയെ കുറിച്ച് അയാളെ ശിഷ്യനായ ഹനീഫ് കായക്കൊടി മൗലവി പറഞ്ഞത് എന്താണെന്നറിയോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആദ്യമായി മക്കയിൽ ബിംബം കൊണ്ടുവച്ച അംറു ഇബ്നു ലുഹൈയില്ലേ, അയാളെ പോലെയുള്ള കടുത്ത ബിംബാരാധകനാണ്. ഇത് കേട്ടിട്ട് സക്കരിയ സലായി പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കായക്കൊടി ഹനീഫിലൊക്കെ ഒന്നിച്ചേന്നു. മൂവാറ്റുപുഴ വരെ രണ്ടായിപ്പോ തച്ചുകൊണ്ടിരിക്കുകയാണ്. തച്ച് പിരിയാനുള്ള എല്ലാ സഹായവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രശ്നത്തിലില്ല. ഇൻഷാ അല്ലാഹ് ഏത് ഗ്രൂപ്പും അങ്ങനെ തന്നെയാണ്. നോക്കിക്കോ നിങ്ങൾ, നമ്മുടെ നേതൃത്വം ശക്തമാണ്, നമുക്കാരെയും ഭയപ്പെടാനില്ല. താജുൽ ഉലമ തങ്ങളും യൂസുഫുൽ ബുഖാരി തങ്ങളെ പോലെയുള്ള, ഖമറുൽ ഉലമ ഉസ്താദിനെ പോലെയുള്ള, സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള നേതൃത്വം നമ്മുടെ മുന്നിലുള്ള കാലത്തോളം നമുക്കാരെയും പേടിക്കേണ്ടതില്ല. ഇത് അവതരിപ്പിക്കുന്നതാരാ? സക്കരിയ സലാഹിയാണ്. എന്നിട്ട് അയാളെ നെട്ടരും കായക്കൊടിയുടെ പ്രസംഗം, എന്നിട്ട് അയാൾ അവലോകനം ചെയ്യും. ഒരല്പം നിങ്ങൾ കേട്ടു. എന്നാൽ ഈ
ഇപ്പോൾ അതിനെ പ്രാർത്ഥനയാക്കി കോട്ടി മാറ്റി അവതരിപ്പിക്കുന്നു. നോക്കൂ, ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കാണിച്ചു കൊടുക്കും. അതൊരു വിളിയല്ലേ, വെറും വിളിയല്ല. എന്തിനാ വിളിക്കണത്? ജിന്നെ സഹായിക്കണെന്ന് പറയണത് എന്തിന്? ജിന്നെ വെളിച്ചെന്താന്ന് പറയണത് എന്തിന്? ജിന്നെ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് എന്റെ വീട്ടിൽ ഇന്നൊരു സൽക്കാരുണ്ടായിരുന്നു, കുറച്ച് എല്ല് ബാക്കിയുണ്ട്, ഇജ് തിന്നോ എന്ന് പറഞ്ഞിട്ട് എല്ല് കൊണ്ടിട്ട് കൊടുക്കാനാ? അല്ല, പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ വിളി, പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഈ വിളി, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ വിളി, അപകടത്തിന്റെ വക്കിലാണ് ഈ വിളി, വെള്ളത്തിൽ ഒഴുകിപ്പോയി കൈകാലിട്ടടുക്കുമ്പോഴാണ് ഈ വിളി. നിങ്ങൾ അറിയോ? ഇത് കേട്ട് ഞാന് പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ, വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംർ ബിൻ ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണി ഏതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശരിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ, നിങ്ങളല്ലേ ഇത് പറയൂ? ആരും ആ സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി അവസാനം ഒതുക്കുകൽ വിശദീകരണം ഉണ്ടാക്കാൻ വേണ്ടി മൗലവി ഇല്ലത്താനിയിൽ കുടുങ്ങി ആയിരിക്കട്ടെ. നിങ്ങൾ ആ ഫോട്ടോ നോക്കുമ്പോൾ ശരിക്ക് അതിലാ നടു താടി നിർസാനം അയാളാണ് ജബ്ബാർ മൗലവി. അതാ ഉസ്താദ് മൂവാറ്റുപുഴ സംവാദം വരെ എല്ലാ സ്ഥലത്തും കൊണ്ടെടുത്തിരുന്ന ആളാണ്. അതിന്റെ ഇപ്പുറത്ത് ഒരാൾ താടൊക്കെ വെച്ചിരിക്കണ്, അയാളാണ് ഹനീഫ് മൗലവി, അപ്പുറത്ത് അനസ് മൗലവി. ഈ രണ്ട് മൗലവിന്റെയും ഗുരുനാഥനാണ് സെന്ററിലുള്ള മൗലവി. എന്നാ ഇന്നത്തെ കഥയറിയുമോ നിങ്ങൾക്ക്? രണ്ട് ശിഷ്യന്മാരുടെ വിശ്വാസപ്രകാരം സെന്ററിലുള്ള മൗലവി മുശ്രിക്കാണ്. ആ മൗലവിന്റെ വിശ്വാസപ്രകാരമോ സൈഡിലുള്ള രണ്ടെണ്ണവും കാഫിറുമാണ്. മൂന്ന് നരകത്തിലേക്ക് ഇടും, ഒരൊറ്റൊന്നും ബാക്കിയില്ല. തല്ല് നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ അബ്ദുറഹ്മാൻ സലഫിയും സക്കരിയ സലായും കൂടി തല്ലിനൊന്ന് കണ്ടോളി. അത് ഉസ്താദുമാരായിരുന്നു, മിനിയാന്ന് വരെ ഒന്നായിരുന്നു. അബ്ദുറഹ്മാൻ സലഫി ഇയാള് ഗുരുനാഥനാ, ആരെ? സക്കരിയ സലായിന്റെ. എന്നിട്ടിപ്പോ സക്കരിയ സലായിനെ വെല്ലുവിളിക്കാണ്. ജാമിയയിൽ നിന്നുകൊണ്ട് ഇടവണ്ണയിൽ നിന്ന് വെല്ലുവിളി, സക്കരിയ കൊണ്ടുപാടാ ഹദീസ്. എവിടുന്നാണ് എനിക്ക് ഹദീസ് കിട്ടിയത്? നമ്മളല്ലേ വെല്ലുവിളിക്കുന്നത്? ഇന്നലെ വരെ ഒന്നിച്ചുണ്ടായ ആളുകളെ വെല്ലുവിളിച്ചിട്ട് ചോദിക്കുമ്പോ മൂപ്പർക്ക് പിന്നെ ഉസ്താദിനോട് ഭയങ്കര ബഹുമാന. സക്കരിയ സുലൈ, അതുകൊണ്ടാണ് സലാം സുല്ലമി മൂപ്പര് ഉസ്താദായിരുന്നു. ഉസ്താദിനോട് പറഞ്ഞ് സുല്ലമി ആത്തർച്ച് ഞാൻ കലക്കുന്നു. ഉസ്താദിനോട് പിന്നെ അങ്ങനെ മൂപ്പര് പറയാ, അങ്ങനെ വല്ലാത്ത മനുഷ്യനാ. അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇപ്പൊ ശൈത്താൻ കാര്യം അബ്ദുറഹ്മാൻ സലഫിക്കാണ്. നിങ്ങളൊന്ന് കണ്ടോ? സക്കരിയ സുലൈയും സ്വന്തം ഉസ്താദും തമ്മിൽ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ തല്ലൊന്ന് കണ്ടോളൂ നിങ്ങൾ. ഇനി നമ്മൾ അബ്ദുറഹ്മാൻ സലഫി ഒന്നും കൂടി പറയട്ടെ. മൂപ്പരാണല്ലോ ഈ ദുഷ്പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള്. അതിന് മുമ്പ് മൂപ്പര ലാസ്റ്റ് ക്ലിപ്പ് ഒന്ന് ഇട്ടുകൊടുത്താ കള്ള ഹദീസും പിടിച്ച് നടക്കുക തന്നെ. അതൊന്ന് കേട്ടോ നിങ്ങൾ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. എങ്ങനെയുണ്ട്? ഇന്നലെ കരയായിരുന്നു. ഞാൻ തലശ്ശേരി വന്നിട്ട് സക്കരിയാൻ എത്ര ഞാൻ അതിൽ നിർത്താൻ നോക്കിയെന്നറിയാവോ? എന്റെ കരളല്ലേ എന്നിട്ടാ. ഇപ്പൊ കണ്ടില്ലേ ശൈലി? ശൈലി കള്ള ഹദീസും പിടിച്ച് നടക്കണ്ടടാ മുഹദ്ദിസേ, ഇങ്ങോട്ട് വാടാ. ഇതൊക്കെ ആരെ ശൈലിയാ? ഇതൊക്കെ ആരെ? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയാ? ഇയാൾക്കല്ലേ യഥാർത്ഥ ശൈത്താൻ കൂടിയിട്ടുള്ളത്? ഇപ്പൊ
കണ്ടില്ല നിങ്ങള്? ഇനി കേട്ടോളി, 2009 ഇദ്ദേഹത്തോട് എല്ലാവർക്കും കൂടി ശൈത്താന് നിങ്ങളെല്ലാം ഉയിഞ്ഞെടുക്കാതെ യാതൊരു രക്ഷയില്ല. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എവിടെ എത്തിയത് നിങ്ങൾക്ക് ലാസ്റ്റ് ഒന്നുകൂടി കളിപ്പിച്ചാരൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എപി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ, മർക്കസിനെ കുറിച്ച് പറയാനുമ്പോ ഒന്നാമത് പറയാനുള്ളത് തന്നെയാണ് ആദർശ വിപ്ലവം. മുജാഹിദ് എവിടെ എത്തി? സക്കരിയ സലഹി പറയാണ്, പണ്ടൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു മുജാഹിദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ പേടിയാണ്. ഓ ഏതാ ഗ്രൂപ്പ്, ഓൻ ജിന്ന, ഓൻ പെണ്ണൂരിയ, ഏതാ ഇത് സാധനം അറിയില്ലത്രേ. ഇത് ഖമറുൽ ഉലമയുടെ വിജയമാണ്, താജുൽ ഉലമയുടെ വിജയമാണ്, എപി ഉസ്താദിന്റെ വിജയമാണ്. സക്കരിയ സലഹി പറയുന്നത് കേട്ടോളൂ. പറയേണ്ടി വന്നത് കൊണ്ടാണ് ഒരു തരം ചാരപ്പണി നമ്മുടെ പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായിട്ട് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. മുജാഹിദ് പ്രവർത്തകർ തമ്മിൽ കണ്ട എന്തൊരു സ്നേഹമായിരുന്നു അല്ലേ? ഏതൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു മുജാഹിദ് പ്രവർത്തനം ഉണ്ട് എന്നാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഇന്നിപ്പോ സംശയ ഇവൻ ഏതാ, മറ്റേ കോക്കസ, ഏയ് നമ്മളെ കാണുമ്പോ ഇപ്പൊ ജിന്ന, ഏയ് ഇപ്പൊ നോക്കിങ്ങള് മടവൂരികൾ ഉപയോഗിക്കുന്ന അതേ പദങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. ജിന്നൂരികൾ, നവയാഥാസ്ഥികർ, ഖുറാഫികൾ എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് നേരെ ഖുറാഫികൾ. ഞങ്ങളെ കുറെ വിളിച്ചല്ലേ ഖുറാഫികൾ. കേട്ടോടുക്ക്, നന്നായിട്ട് കേട്ടോടുക്ക്. തല്ല് വളരെ ഉഷാറായി നടക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ വെറുതെ പറയല്ല. എന്നിട്ട് ഇവരെ സമ്മേളനങ്ങളൊക്കെ എന്താ അവസ്ഥ? നിങ്ങള് മഞ്ചേരിയിൽ വന്നിട്ട് ഒരു വയസ്സായ പറയാണ്, മക്കളെ നമ്മൾ തല്ലൂടെ, നമ്മളൊരു സമ്മേളനം വരുന്നുണ്ട്, ആരെങ്കിലും ശ്രദ്ധയിലുണ്ടോ പറയാണ്. ഇനി ഈ യോഗങ്ങളോ ഞങ്ങൾ നിരീക്ഷിച്ചു, എല്ലാ മുജാഹിദ് സമ്മേളനം പൊട്ടിക്കരച്ചിലുകളാണ്. എന്തിനാ കരയുന്നത്? പടച്ചോനെ, ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞ തൗഹീദ് വെച്ചു പോയി, അല്ലാഹ് പുറത്തിരണേ. എല്ലാ തൗഹീദും പോയാലോ? മുജാഹിദിന്റെ തൗഹീദിന് പേരിട്ട് കണ്ടങ്ങള് തൗഹീദ് 2012 ഇതാ. അങ്ങനെ ഒരു CD ഉണ്ട്, ഇവിടെ ഒന്ന് വാങ്ങി കേട്ടോളൂ. ഫുള്ള് ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദ് 2012. ഇപ്പൊ മോഡൽ മാറാൻ പോവാ. 2013 ആകുമ്പോഴത്തിന് മോഡൽ മാറും. നമ്മളൊരു പഴയ സെക്കൻഡ് കാർ വാങ്ങാൻ പോകുമ്പോൾ ചോദിക്കുമല്ലോ, എന്താടാ മോഡൽ 2009 ഇതേപോലെ ഒരു വഹാബിനെ കണ്ടപ്പോ ചോദിക്കണം, എന്റെ മോഡൽ ഏതാ തൗഹീദിന്റെ, 2006 2009? ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി. പൊട്ടിക്കറിയാ. അനസ് മൗലവിയൊക്കെ ഇടവണ്ണയിൽ വന്നു. അവിടുന്ന് കരയാ. മക്കത്ത് മദീനത്ത് പോയിട്ടല്ല, ഇടവണ്ണയിൽ പോയിട്ടാ കരച്ചില്, പേരും കരച്ചില്. എന്നിട്ട് ഈ കരച്ചിൽ കണ്ടിട്ട് സക്കരിയ പറയാണ്, ഈ കരച്ചിലും തട്ടിപ്പുണ്ട്. അത് കണ്ടോളൂ. തീരോ? അനസ് മൗലവി കരഞ്ഞാ തീരുന്ന പ്രശ്നമല്ല ഇത് കേട്ടോ. അനസ് മൗലവി കരയുന്നോളി. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പോ മൂപ്പര് പറയാണ്, ഞങ്ങൾ ഇതാ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അതിലും ഒരു ചതി. എന്ത്? ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. എന്നാ പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? പിന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തൗബയിലും ചതി. എന്തൊരു കഷ്ടം. അപ്പൊ അബ്ബാർ മൗലവി പറഞ്ഞ ശിർക്ക് തന്നെയാണ് എന്നെ പോലെ മനസ്സിലുള്ളത്. എന്നിട്ടും ശിർക്കല്ല, തെറ്റല്ല. എവിടെയതിൽ ശിർക്ക്? അമ്പലക്കളവിനോട്. എവിടെയതിൽ ശിർക്ക്? അലിമദിനോട്. മനസ്സിലെന്താ? ശിർക്കാണ് എന്നാണ്. പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? മുജാഹിദായാലുണ്ടാവും, മുജാഹിദായാലുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കോഴിക്കോട്ട് നിന്നവരോട് പറഞ്ഞു, മൗലവിമാരെ നിങ്ങൾ ഇതിന് തൗബ ചെയ്തിട്ട് കാര്യമില്ല. കാരണം തൗഹീദിലല്ലേ പേച്ച്. തൗഹീദിൽ പേച്ചാൽ ചെയ്യേണ്ടത് എന്താ അറിയോ? ഷഹാദത്ത് കലിമ ചൊല്ലി AP ഉസ്താദിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. നമ്മൾ പറഞ്ഞു കോഴിക്കോട്ട് നിന്ന്. അത് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ മൗലവി പിന്നെ വന്നിട്ട് പറയാൻ, ശരിയാട്ടോ, സുന്നിയാൾ പറഞ്ഞതന്നെ ശരി, നമ്മളിപ്പോ ഷഹാദത്തും ചെല്ലേണ്ട അവസ്ഥയിലാണുള്ളത്. സമ്മതിക്കുകയാണ്. കൂട്ടത്തിലുള്ള നിർദ്ദേശം. ഏതായാലും നമ്മൾ സമ്മേളനം വരുന്നുണ്ടല്ലോ കോഴിക്കോട്ട് മുജാഹിദിന്റെ. ആ സമ്മേളനത്തിൽ ഒരു ദിവസം നമുക്കൊരു കുംഭസാര സെഷനാക്കാം.
അതെങ്ങനെ മൗലവി ഇങ്ങനെ വരിക, വായിച്ചു കൊടുക്കുക, ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞ തൗഹീദ്, ഇത്ര കാലം പറഞ്ഞ തൗഹീദ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഏറ്റു പറയാ, ഞങ്ങൾ ഇതാ തിരുത്തിയിരിക്കുന്നു, ഞങ്ങൾ ഇതാ തിരുത്തിയിരിക്കുന്നു. ഒരു തൗബ സെഷൻ. ഇത് മുട്ടിപ്പടി സുലാത്ത് നഗറിലല്ല തൗബ, മുജാഹിദ് സെന്ററിൽ തൗബ. എന്തായി? ഇതാണ് എ പി ഉസ്താദിന്റെ വിജയം എന്ന് പറഞ്ഞാൽ. ഇത് അവകാശപ്പെടാൻ എ പി ഉസ്താദ് അല്ലാതെ ഒരു ലോകത്തൊരു ഇൻസാനില്ല. നിങ്ങൾ കണ്ടോ അവിടുത്തെ ആ തൗബനെ കുറിച്ച് സക്കരിയ പറയുന്നത് കേട്ടോളൂ. അപ്പൊ ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമാണ്. അപ്പൊ മുജാഹിദുകൾ എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് കോഴിക്കോട് സമ്മേളനത്തിൽ ഒരു കുംഭസാര സെഷൻ തന്നെ വെച്ചളയാം. മുതലാളി ഇങ്ങനെ ഓയിച്ചു കൊടുക്കുക, ഞങ്ങളെല്ലാം ആ പറഞ്ഞത് അയേ നൂനി. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുംഭസരിക്കുന്ന ഏർപ്പാടത് എവിടേക്കാങ്ങൾ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്? എന്നിട്ട് ഞങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ച് പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിക്ക. ആ സക്കരിയ സലാഹിന്റെ ഒക്കെ കുറച്ച് ശിർക്ക് ഉള്ള തന്നെ ഏട്ടാ, സലഫിന്റെ കരച്ചിൽ കണ്ടില്ല നിങ്ങള്. ഓ, അങ്ങനെ കരയാൻ പറ്റിയ സൂപ്പർ സ്റ്റാറുകൾ അവര് കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും. അതൊക്കെ നല്ല അഭിനേതാക്കളാ. അതുകൊണ്ടൊന്നും ഈ ആദർശം പെടതാക്കണ്ട. ഇത് കണ്ടിട്ടിപ്പോ സുന്നികളെന്താ പറയുന്നറിയോ? അനസേജ് ഷഹാദത്ത് കലിമന്നെ ചൊല്ലണം, തൗബ ചെയ്താ പോരാ. അത് അനസിനോട് മാത്രല്ല, മുജാഹിദുകളോട് എല്ലാവരോടും. എന്താ അവിടെ തർക്കമുള്ളത്? നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് നിങ്ങളെ തൗഹീദ് ശരിയല്ല, ശിർക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല, പ്രാർത്ഥന നിങ്ങൾ പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല. ഒരു മുജാഹിദ് ബാരിശ്ശേരി എറണാകുളത്ത് വന്നിട്ട് പറയുകയാണ്, പുറത്താക്കിന്റെ ശേഷം വന്നിട്ട് പറയാ, നമ്മൾ മുജാഹിദായി നരകത്തിൽ പോണ് വല്ലാത്ത വേദന കേട്ടോ. ഏതായാലും മുജാഹിദായി നരകത്ത് പോകുന്നു അവർക്ക് മനസ്സിലായി. ആ മൂപ്പര് കൊണ്ടുപോവാ. എറണാകുളത്ത് വന്നതിന് ഒരു തൊപ്പിയൊക്കെ, ഒരു സ്പെഷ്യൽ തൊപ്പിയൊക്കെ ഇട്ടിട്ടാ മൂപ്പര് എറണാകുളത്ത് വന്നത്. ആ പുറത്താക്കിയതിന് ശേഷം വന്നപ്പോ തന്നെ ഒരു തൊപ്പിയൊക്കെ ഉണ്ട് തലയില്. ആ ഒരു സ്പെഷ്യൽ തൊപ്പിയാക്കി എവിടുന്ന കിട്ടിയത്? ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ കിട്ടിയതാന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ ഒരു കാലത്തും കിട്ടാത്ത തൊപ്പി മുജാഹിദ് നിന്ന് പിടിച്ച് പുറത്താക്കിയപ്പോഴാക്കി കിട്ടി. എന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് പറയാണ്, ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല, ഇൻഷാ അല്ലാ അതിന് മാത്രം നമ്മൾ പ്രസംഗം നടത്തുന്നുണ്ട്. മുജാഹിദ് ബാരിശ്ശേരി മുജാഹിദിനെ നശിപ്പിക്കുന്ന വിധം ഇൻഷാ അല്ലാ ഞങ്ങളത് പറയും. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി മർക്കസിനെ കുറിച്ച് പറയാണല്ലോ. മർക്കസിന്റെ വിഷയം ഇതാണ്. ഉസ്താദ് മുശ്രിക്കാണെന്ന് പറഞ്ഞ സാക്ഷാൽ മുജാഹിദ് ബാരിശ്ശേരി ഇനി ഞാൻ എറണാകുളത്ത് വന്നിട്ട് പറയുന്ന ആൾ പറയാണ്, മക്കളെ നമ്മളെ കഥ എന്താ? ഈ കോലത്തിലായ നമ്മൾ മുജാഹിദായി നരകത്ത് പോണ്ടി വരും. ഒന്ന് കേട്ടോളൂ. നമ്മളൊരു 5-6 പ്രസംഗങ്ങൾ നടത്തിയപ്പോണ്ടല്ലോ, മണ്ണ് കാലിലടിയെന്ന് മാത്രമല്ല ചോർന്ന്, പല സ്ഥലത്തും ചോർന്ന്. ഇനി ഒറ്റ മാർഗമല്ലോ, ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിളിച്ചു പോയല്ലേ. അതിന്റെ ചോട്ടിലെഴുതണം, വിളിച്ച കുഴപ്പാണ്, ഞങ്ങളെ കാര്യം കട്ടപ്പുകയാണ്. കട്ടപ്പുകയാവൂന്ന് തോന്നുന്നവർക്കൊക്കെ ഓരോ ചീട്ട്. അന്തസ്സില്ലാതെ കൂടെ കൂടിക്കോ. ആദർശവും ആശയവും തിരിച്ചറിയാതെ മുജാഹിദെ ഏറ്റവും വലിയ ദുഃഖം എന്താ അറിയോ? മുജാഹിദായിട്ട് നരകത്ത് പോകുന്ന ഒരവസ്ഥ. ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും അത്. ഉണ്ടാവരുത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളോടായി പറയണേ, ഞാനൊരു 5-6 പ്രസംഗം നടത്തിയപ്പോ എല്ലാ സ്ഥലത്തുനിന്നും മണ്ണൊലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തി. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ആവേശത്തോടെ പറയട്ടെ, ഈ ഒരു വലിയ വ്യത്യാസം ഈ കേരളക്കരക്ക് സമർപ്പിച്ചത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദ് അവറുകളാണ്. ഇനി വഹാബി മന്ത്രിക്കനും കൂടി ഞാനാണ് കാണിച്ചത്. ആ ബാബ് പൂർത്തിയാവും. മന്ത്രിക്കാണ് ഇപ്പോഴേ, തങ്ങൾ മന്ത്രിക്കണമായിരല്ലോ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അതൊക്കെ CM വലിയുല്ലാഹിയെ പോലെയുള്ള മഹാരഥന്മാരിൽ നിന്ന് ഇജാസത്ത് കിട്ടി മന്ത്രിക്കുന്നത് കണ്ടിട്ട് വഹാബിക്ക് ഒരു തോന്നല്, ഒന്ന് മന്ത്രിച്ചാൽ എന്താ? അങ്ങനെ സക്കരിയ സലാഹി മന്ത്രിച്ചു. നമ്മളെ വിജയം മനസ്സിലാക്കണങ്ങൾ. മന്ത്രം ഖുറാഫാത്താണെന്ന് പറഞ്ഞ മൗലവി മന്ത്രിക്കാം. പക്ഷെ ആദ്യം തന്നെ മന്ത്രിച്ചത് ഒരു ഭ്രാന്തനെയാണ്, അത്ര മാനസിക രോഗിനെ ഉണ്ടാകും. എന്തായാലും മുജാഹിദായി മരിച്ചോണ്ടാവും. ഞങ്ങൾക്ക് പറയാനുള്ളത്, താജുൽ ഉലമയുടെ റൂട്ടിലേക്ക് വന്നോളൂ, ഖമറുൽ ഉലമയുടെ റൂട്ടിലേക്ക് വന്നോളൂ. സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ തെറ്റിദ്ധരിച്ചതിൽ കൂടിയിട്ടുണ്ടാകാം. തൗബ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നോക്കിക്കോ, ഞാൻ പറഞ്ഞല്ലോ ആ മന്ത്രം കൂടിയാ രംഗത്തൊന്ന് കാണിക്കാം. മാറ്റമുണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെ മന്ത്രം എന്നറിയോ? സക്കരിയ സലാഹിന്റെ അടുത്തൊരു ഭ്രാന്തൻ വന്നു. അപ്പൊ സലാഹി പറഞ്ഞു, നേരെ മന്ത്രിക്കാൻ പേടിയായിട്ട് മൂപ്പരെന്താ ചെയ്ത അത്രേ, നല്ല ഖിറാത്തിന്റെ ഓത്തിന്റെ CD ടേപ്പ് റെക്കോർഡിലിട്ട്, പുതിയ മന്ത്രാട്ടോ ശരിക്കും കേട്ടോളൂ, ആരും പരീക്ഷിക്കാൻ പോകണ്ട. എന്തുണ്ടായി? ടേപ്പ് റെക്കോർഡില് CD ഇട്ടിട്ട് ഭ്രാന്തന്റെ കാതിൽ ഇയർഫോണിലാക്കി ഇയാൾ വെച്ചുകൊടുത്തത്രേ ഓത്ത്. അതാ മന്ത്രം, പുതിയ മന്ത്രം. അതിന്റെ പേര് ടേപ്പ് റെക്കോർഡ് മന്ത്രം. എന്നിട്ട് ഇയാള് പറഞ്ഞു, വല്ല ശൈത്താൻ എന്റെ അടുത്ത് വരുമോ നേരിട്ട് ഞാൻ അപ്പുറത്ത് ആയത്തിൽ കുറിച്ച് ഓതി പോയി നിന്നോ. ഇയാളടുത്തേക്ക് ശൈത്താൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇയാളെന്നെ അതന്നല്ലേ.
നിങ്ങൾ ചിന്തിക്ക്, അങ്ങനെ എന്തുണ്ടായി? അവസാനം ഇയാളിങ്ങനെ ഇളകാൻ തുടങ്ങി. ശൈത്താൻ ഇതിങ്ങനെ കേൾക്കല്ലേ, ഭ്രാന്തനുണ്ടോ അത് നില കിട്ടണ്. അയാൾ ഇളകിയിട്ട് ഇയാളിങ്ങനെ പറഞ്ഞത്തെ ഉഹ്റുജത് വല്ലാഹ്, അള്ളാന്റെ ശത്രു പോൻ. ശൈത്താൻ കൂടി ആളോട് നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഞാനും പറഞ്ഞു നോക്കി, പക്ഷെ പോണില്ല. ശൈത്താന്റെ പോണ്. ശൈത്താൻ പറയില്ല നമ്മളണ്ടാളും കമ്പനി വന്ന് ഞാനായിട്ട് പോണോ? അങ്ങനെ ലാസ്റ്റ് എന്തുണ്ടായിരുന്നു സക്കറിയ പറയാം. മന്ത്രം ഇങ്ങനെ കൂടിയപ്പോ ഭ്രാന്തന് ഹാലളകി. എന്റെ നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അവിടെ, അത് അടിച്ചാണ് പൊളിച്ചത്. ടേപ്പ് റെക്കോർഡ് ചവിട്ടിയാണ് പൊളിച്ചത്. ഒറ്റ മന്ത്രം കൊണ്ട് 50,000 രൂപ നാശനഷ്ടം. നബിതങ്ങളുടെ സ്വഹാബികൾ മന്ത്രിച്ചപ്പോ 30 ആട് കിട്ടിയതാ. ഇതാ മുജാഹിദിന്റെ മന്ത്രം. സക്കറിയ മന്ത്രിച്ചവരും കൂടി പറയുന്നത് ഒന്ന് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസികരോട് ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന സുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്നി കേഫിന്റെ CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടൊന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റെക്കോർഡിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ അത് ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. അതിലിവൻ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് റെക്കോർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കുന്ന ഉണർന്ന മാതിരി എന്താടാ നീ കാണിച്ച്? അല്ല അതാ ഇത് കണ്ടോ, അതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിനെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ, 100 എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്ന അപ്പോ ഈ നിലക്ക് മന്ത്രിച്ചാൽ കൂടുതൽ ആയുസ് ഉണ്ടാവില്ല. കാരണം മന്ത്രം തുടങ്ങുന്നതിന് ഒരു ആംബുലൻസ് അവിടെ നിർത്തേണ്ടി വരും. കാരണം ഈ ചങ്ങായിനെ കാറ്റി കൊണ്ടുവരേണ്ടി വരുമല്ലോ. ഇത് ഈ മൗലവി പറഞ്ഞപ്പോ അനസ് മൗലവി ഇതിങ്ങനെ പ്രസംഗിച്ച് കണ്ടോ, നമ്മളെ സക്കരിയ സ്വലായി മന്ത്രിക്കുന്ന ആളാണ്. നെക്സ്റ്റ് എടുത്തോട്ടെ. അപ്പൊ സക്കരിയ പറയാ, അനസേ ഈ വല്ലാതെ ഞെളിയണ്ട, ഞാൻ മന്ത്രിക്കുന്ന ആളില്ലേ, നമ്മൾ രണ്ടാളും കൂടിയല്ലേ പണ്ട് മന്ത്രിക്കാൻ പോയത്. എല്ലാ കള്ളത്തരം വെളിച്ചത്തായി. പണ്ട് AP ഉസ്താദിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചു ഇവിടെ മുജാഹിദുകൾ അരീക്കോടങ്ങാടി കാന്തപുരത്ത് അറസ്റ്റ് ചെയ്യുക, ആളില്ലാത്ത പോസ്റ്റർ. അങ്ങനെ മുജാഹിദ് 2 ഒരു മൗലവി അരീക്കോട് നിന്ന് പ്രസംഗിക്കാണ്. ആ പോസ്റ്റർ ഒട്ടിച്ചത് ഇന്ന മൗലവിയാണ്, അയാളെ പേര് പറഞ്ഞിട്ട്. അപ്പൊ അടുത്ത ദിവസം അയാളെ മറുപടി, അത് ഞാൻ തന്നെയാണ്, പക്ഷേ പശ തേച്ചെന്നത് ആ മൗലവിയാണ്. 2 കുടുങ്ങി. അങ്ങനെ ഉണ്ടാവും കള്ളന്മാര് തെറ്റിയാൽ. അതാ ഞാൻ പറഞ്ഞത് വഹാബി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ. നിങ്ങൾ ചിന്തിച്ചോ, ഇതിനൊക്കെ AP ഉസ്താദിനാണോ ഇതിനൊക്കെ ദേഷ്യം? അതാ രസം. ബാലുശ്ശേരി പറയുന്നട്ടോ, നിങ്ങള് ഉസ്താദിനോടല്ലേ നിങ്ങൾക്ക് ഏറ്റവും വലിയ ദേഷ്യമുള്ളത്. അതാണ് ഉസ്താദിന്റെ വലിയൊരു മർത്തബക്ക് തന്നെ കാരണം. അതങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് വഹാബിക്ക് ഒരാളോട് ദേഷ്യമുണ്ടോ, അയാളൊന്നുണ്ടാവും ഉറപ്പാ. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ദേഷ്യമുള്ളവരാ വഹാബികൾ. അപ്പൊ അവര് ദേഷ്യ കിട്ടണ്ടി. ഇതൊക്കെ കാരണം പിസ്താദാന്ന് ബാലുശ്ശേരിക്ക് തികച്ചു പറയാം. അയാൾ എന്നിട്ട് പറയും, നോക്കിക്കോ, അല്ലാഹ് പടച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ശർറ് പിസ്താദാണ്. ദേഷ്യം പിടിച്ചിട്ട് പറയാണ് ഇയാള്. മുജാഹിദ് 8ഉം 10ഉമായി പൊട്ടി. എവിടെ നോക്കിയാലും AP ഉസ്താദിന്റെ മക്കൾ സജീവം. തഖാഫികളും അഹ്സനിമാരും സഅദിമാരും എല്ലാവരും ശക്തരായി രംഗത്ത് വന്നപ്പോ പൊട്ടി പൊളിഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം ഒടുവിൽ AP ഉസ്താദിനെ തെറി പറയാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. കാന്തപുരം അല്ലാഹ് പടച്ച സൃഷ്ടികളിൽ വേറിട്ടൊരു സൃഷ്ടി മാത്രമാണ്. ലോകത്തിന്റെ വലിയൊരു പരീക്ഷണം എന്ന സൃഷ്ടി. ഇതിനു മുമ്പ് ലോകം ഇങ്ങനൊരു ശർറ് അനുഭവിച്ചിട്ടേ ഇല്ല.
ഇല്ല. നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ചെറിയ പേടിയൊന്നുമില്ല. എനിക്ക് പേടിയില്ല എന്നുള്ള എന്റെ പേടി. എനിക്കിതൊന്നും എന്താ പേടിയില്ലാത്തതെന്നാ എന്റെ പേടി. നിങ്ങൾ ആലോചിക്കും, ഞാൻ വെറുതെ പറയണോ? ഈമാനില്ലാത്തോണ്ട് പേടി ഉണ്ടാവോ? ഈമാനുള്ളവർക്കല്ലേ അത് പോകുന്നുള്ള പേടി. 302 മുതൽ ഞാൻ കാണിച്ചു തരാം. 302 മുതൽ ശരിക്കും കേട്ടോ. ഞങ്ങൾ ഇത് വെറുതെ പറയല്ല. AP ഉസ്താദ് നിങ്ങൾക്ക് ഷർറായോ? ഉസ്താദ് നന്നായി, നിങ്ങൾക്ക് ഷർറിനെ കണ്ടി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പ്രസ്ഥാനത്തെ നശിപ്പിച്ചത് AP ഉസ്താദ് തന്നെയാണ്. ഇനി മർക്കസാണെന്ന് അയാൾ പറയുന്നത് അടുത്ത പ്രസംഗത്തിൽ. മുജാഹിദ് ബാരിശ്ശേരി ഗ്യാരണ്ടി കൊടുക്കാണ്. എന്താ പറയുന്ന അറിയോ? ആ മർക്കസ് നിങ്ങളാണ് പൂട്ടി തന്നാൽ 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഞാൻ മുസ്ലിം രാജ്യമാക്കി തരാം. കേരളത്തെ എങ്ങനെ രാജ്യമാക്കാന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചോ, മർക്കസിനോടും AP ഉസ്താദിനോടുമുള്ള ദേഷ്യം എന്തേ കാരണം? സർവ്വമേഖലയിലും മർക്കസ് ഇടപെട്ടു, AP ഉസ്താദ് ഇടപെട്ടു, ആദർശ വിപ്ലവം നടത്തി. അൽഹംദുലില്ലാഹ്. ബാലുശ്ശേരി പറയുന്ന വാക്കുകൾ കേട്ടോളൂന്നുകൂടി. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ, വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ കേരളത്തെ മൂപ്പര് പിടിച്ച് രാജ്യമാക്കി മർക്കസ് ഒന്ന് പൂട്ടി കിട്ടണം. ഇതാ ആഗ്രഹം. ആ ആഗ്രഹം മനസ്സിൽ വെച്ചാൽ മതി മൗലവി. അത് നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്താ ഉണ്ടായത്? നിങ്ങള് പൂട്ടിയത് മർക്കസല്ല, പൂട്ടിയത് മൂപ്പരാ പീസ് പൂട്ടി. കാരണം എന്താ? അയാളെ പുറത്താക്കി. മർക്കസ് ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. കൊണ്ടുവരൂ മർക്കസിന്റെ സ്ഥാപനങ്ങൾ ഒന്ന് കാണട്ടെ. സഹോദരന്മാരെ, 35ാം വാർഷികം ആഘോഷിക്കുമ്പോ AP ഉസ്താദ് പടുത്തുയർത്തിയ, സമസ്ത കേരള സുന്നി യുവജന സംഘം പടുത്തുയർത്തിയ SSFന്റെ കരുത്തുകൊണ്ട്, സംഘടനാ ബലം കൊണ്ട് സഹോദരന്മാരെ നട്ടു വളർത്തിയ മർക്കസ് എന്ന മഹാപ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തരിച്ചു കിടക്കുകയാണ്. ഒന്ന് കണ്ടോളൂ നിങ്ങൾ. മർക്കസിന്റെ സ്ഥാപനങ്ങൾ എണ്ണിയാലുണ്ടോ അത് തീരുന്നു. എന്തെല്ലാം സ്ഥാപനങ്ങൾ കാണിച്ചോളൂ. നിങ്ങൾ കാരണം മർക്കസ് സഖാഫത്ത് സുന്നിയ 1ഉം 2ഉം സ്ഥാപനങ്ങളല്ല, 20,000-ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർന്നിട്ടില്ല, തകർക്കാൻ കഴിയുകയുമില്ല. കാരണം കാന്തപുരം ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ്, മഹാന്മാരായ സദാതീങ്ങളാണ്. ആ സദാതീങ്ങളുടെ ആലിമീങ്ങളുടെ കഴിവ്, അവരുടെ പിന്തുണ ഖമറുൽ ഉലമ ഉസ്താദിനും മർക്കസിനുമുള്ള കാലത്തോളം ഇല്ല, തകർക്കാൻ കഴിയില്ല. നമ്മുടെ സദാതീങ്ങളും നമ്മുടെ ആലിമീങ്ങളും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമല്ലേ ഇത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മർക്കസിന്റെ സ്ഥാപനങ്ങൾ ഒന്നിന്റെ ശേഷം ഒന്നായി ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാ. മർക്കസിന്റെ ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആസുകൾ നമ്മൾ അറിയണം. അതാ നേരത്തെ തോയിൽ സക്കാഫി പറഞ്ഞത്. അതൊന്ന് വന്നു നോക്കാനെങ്കിൽ നമുക്ക് കഴിയണം. ബിരുദാനന്തര ബിരുദം അല്ലേ, തഖസ്സുസ്. ആരാധിലൊക്കെ ഇടപെട്ടത്? ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ? ചില്ലറക്കാരൊന്നുമല്ല. മർക്കസിന്റെ ഓരോ സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചത് വലിയ പണ്ഡിതനാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി അവിടുന്ന് ശിലയിട്ടു. ഈ ഫോട്ടോ നിങ്ങളൊന്ന് കണ്ടോളൂ. ഈ ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇതേതാണ് ഫോട്ടോ? സഹോദരന്മാരെ, മർക്കസിൽ ബിരുദാനന്തര ബിരുദ കോഴ്സിന്റെ ഉദ്ഘാടനം ആരാണ് ഇതിൽ സ്വാഗതം പറയുന്നത്? ആ ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടില്ലേ? അതാണ് നമ്മുടെ നേതാവ് ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ. ആരാ തൊട്ടപ്പുറത്തിരിക്കുന്നത്? കണ്ടോളൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദാണ് മർക്കസിൽ തഖസ്സുസിന്റെ കോഴ്സ് ഉദ്ഘാടനം ചെയ്യാനായി വന്നത്. അപ്പുറത്തിരിക്കുന്നത് ആരാ? ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്. പഠിക്കണം, പറയണം, അറിയണം. ഞങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല. മർക്കസിന്റെ ഓരോ ചലനങ്ങളിലും മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. വെറുതെ പറഞ്ഞതല്ല, ജീവിച്ചിരിക്കുന്ന രേഖകളല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, അങ്ങനെ ധാരാളം കാമിൽ സഖാഫിമാർ, അശ്ശരിമാർ, അങ്ങനെ തുടങ്ങിയിട്ട് മർക്കസും അനുബന്ധ സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് കേരളക്കാരതിന്റെ വിജയം കണ്ടു. ഇതും കൂടി ഞാൻ കാണിച്ചു തരാം. സക്കരിയ സലായുടെ പുതിയ പ്രഭാഷണത്തിൽ ആയക്കൊടിയോടൊരു അഭ്യർത്ഥനയുണ്ട്. എന്താണെന്നറിയൂ? ഈ അടുത്ത് കായക്കൊടി ഹനീഫ് മൗലവി സക്കരിയ സലാഹിനെ കുറിച്ച് ഒരു ആരോപണം. എന്താ ആരോപണം എന്നറിയോ?
സക്കരിയ സലായിക്ക് ഭയങ്കര പേടിയാണ്. മൂപ്പര് ഇപ്പൊ വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനൊന്നും വരില്ല. മുഖാമുഖം ഉണ്ടാകുന്ന ദിവസം മൂപ്പര് ഫോൺ ഓഫാക്കലാണ്. അപ്പൊ സക്കരിയ സലായി പറഞ്ഞു, നമ്മളെല്ലാരും ഓഫാക്കലല്ല, പിന്നെ എന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലാസ്റ്റ് മൂപ്പര് ഉപദേശം. എന്താ ഉപദേശം എന്ന് പറയാം? കായക്കൊടി വാദപ്രതിവാദത്തിന് പോയി തോറ്റ് വരണ എന്തുകൊണ്ടാ അറിയോ? കിതാബ് ഓതായിട്ടാ. മൂപ്പര് പറയാ, ഇയാൾ പഠിപ്പിച്ചു കൊടുക്കാണ്. സുന്നികൾ എന്ന് പറഞ്ഞാൽ ജമാഅത്തേരെ പോലെയല്ല. ജമാഅത്തേരോട് നമുക്ക് എങ്ങനെ വാദപ്രതിവാദത്തിന് പോവാം? ഒരു പൊട്ടന്മാരാ. അതേ സമയത്ത് സുന്നികൾ കിതാബ് ഓതി പഠിച്ചവരാ. നിങ്ങൾ നോക്കാതെ അവരെ മുന്നിലേക്ക് പോകാൻ പറ്റൂല. അത് കിതാബ് കൊണ്ടുള്ള കളിയാണ്. കാളമൂത്ര പ്രസംഗം അവിടെ നടക്കൂല എന്ന് കായക്കൊടി അടക്കമുള്ള മൗലവിമാരോട് സക്കരിയ സലാഹിയുടെ ഉപദേശം. അൽഹംദുലില്ലാഹ്, മർക്കസിന്റെ 35ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് മർക്കസ് ഇവിടെ വിപ്ലവം നയിച്ചിട്ടുണ്ടോ? വൈജ്ഞാനിക വിപ്ലവം എന്നൊരാൾ ചോദിച്ചാൽ ആവേശത്തോടെ ഞങ്ങൾ പറയും, ഇതാ മർക്കസ് നയിച്ച വിപ്ലവത്തിന്റെ ഉദാഹരണം മൗലവിയുടെ വാക്കുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാലത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീസറായി ചിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും. മറ്റേയാൾ ഇങ്ങനെ അങ്ങനെ മൂന്നാളും മൂന്ന് ഭാഗത്ത് നിന്ന് സ്റ്റേജിൽ കയറണമാതിരി സുന്യാലയത്തുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖം, അത് കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും മുന്നോടിയായി ദിവസങ്ങളിരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ജമിയത്തുന്റെ പഴയകാല 10,000 കൊല്ലം തപസ്സിരുന്നിട്ടും കാര്യമില്ല. ഞങ്ങളെ SBSകാരനെ പോലും നേരിടാൻ ഒരു വഹാബിക്കും ഇന്ന് കഴിവില്ല. ഉസ്താദ് അവിടെ വെറുതെ ഇരിക്കല്ല. ഉസ്താദ് മനസ്സിലാക്കണം, നമ്മളിവിടെ ഇരുന്ന് ഉസ്താദിനെ ഇങ്ങനെ കുറ്റം പറയുമ്പോ ഉസ്താദ് അവിടെ ബുഖാരി ദർസ് നടത്തുക. നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ? ഉസ്താദ് ദർസ് നടത്തുന്നത് സഹീഹുൽ ബുഖാരിയെ പോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളാ. എത്ര കൊല്ലമായി എന്നറിയോ നിങ്ങൾക്ക്? 45 കൊല്ലം. എന്നാണോ ദർസ് തുടങ്ങിയത് അന്ന് മുതൽ സഹീഹുൽ ബുഖാരിയുടെ നീണ്ട ദർസ് ചെറിയ മുതഅല്ലിമീങ്ങൾക്കല്ല, വലിയ വലിയ മുതഅല്ലിമീങ്ങളെ മുന്നിലിരുത്തിയിട്ട് തഖാഫിയാകാൻ പോകുന്ന ബിരുദധാരികളായ ബിരുദാനന്തര ബിരുദധാരികളായ അതുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരെ മുന്നിലിരുത്തിയിട്ട് സഹീഹുൽ ബുഖാരിയുടെ ദർസ് മർക്കസിന്റെ അങ്കണത്തിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര ശിഷ്യന്മാർ, ഏതെല്ലാം രംഗങ്ങൾ, എവിടെയെല്ലാം. അതാ ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് മർക്കസിൽ വളരെ ശക്തമായി അവിടുന്ന് ദർസ് നടത്തുന്നു, കിതാബ് ഓതി പഠിക്കുന്നു, മുതഅല്ലിമീങ്ങളായ ഞങ്ങളെ വാർത്തെടുക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ യതീമക്കളുടെ സമീപത്ത് എന്ന് കാണിച്ചു കൊടുക്കൂ. എത്ര സമയമില്ലാത്ത ഈ തിരക്കിന്റെ ഇടയിലും പാവപ്പെട്ട യതീമുകളെ തലോടിയിട്ട് യതീമുകൾക്ക് മധുരം നൽകിയിട്ട് ആവശ്യമായ പരിചരണം നൽകി. നേരത്തെ സയ്യിദ് അവറുകൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഉപ്പ മരിച്ചുപോയി, ഒന്നും അറിയാതെ ചെറിയ കുഞ്ഞുങ്ങളെ ഒഴിവാക്കി പോയ പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ആശ്രയം നൽകിയ പണ്ഡിതൻ. ഒരൊറ്റ യതീമിനെ പോലും പോറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സശരീരത്തോട് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തിരക്കിനിടയിൽ യതീമക്കളെ സന്ദർശിക്കാൻ ഉസ്താദ് സമയം കാണുകയാണ്. ബുഖാരിയുടെ ദർസ് മുടങ്ങാറില്ല. എവിടെ പോയാലും രാവിലെ അവിടെ എത്തും. ഇത് ആർക്കാ കഴിയാ? നമുക്ക് പോലും ചിലപ്പോൾ കഴിയാറില്ല. പക്ഷേ ഉസ്താദ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാവുകയാണ്. ഇനി മർക്കസിന്റെ സമ്മേളനങ്ങളോ ഞാൻ ഇനിയും അങ്ങോട്ട് തന്നെ പറഞ്ഞാൽ കൂടിപ്പോവും. 1-2 പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി മർക്കസിന്റെ സമ്മേളനത്തിൽ വന്നത് ഞാൻ കാണിച്ചു തരാം. പ്രധാനപ്പെട്ട സൂഫി വര്യൻ കഴിഞ്ഞ മർക്കസിന്റെ സമ്മേളനത്തിൽ അദ്ദേഹം ആശീർവദിക്കുന്ന ഭാഗം ഒരൽപ്പം നിങ്ങൾ കണ്ടോളൂ. அவர்களோடு சம்பந்தப்பட்டவைகளை பெகுமானிப்பதும் அவர்களோடு சம்பந்தப்பட்டவர்களை பெகுமானிப்பதும் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களையும் அந்த மகான்மார்களையும் இத்திபா செய்வதும் தான் സുന്നത്തുൽ ജമാഅത്തിൻ അടിപ്പട. അഹ്ലുസ് സുന്നയുടെ പവർ പറയുകയാണ്. ലോക പണ്ഡിതന്മാർ നമ്മളെ ഉമർ അബ്ദുല്ലാ കാമിൽ ഉണ്ടാവും അവിടെ. ബഹുമാനപ്പെട്ടവരെ കൂടി കൊണ്ടുവാ. ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. മർക്കസും അതിന്റെ സമ്മേളനങ്ങളും ലോക പണ്ഡിതന്മാരുടെ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ്. എന്താണ് കാരണം? മർക്കസ് എല്ലാ രംഗത്തും ഇങ്ങനെ ഉണ്ടാവോ? നിങ്ങൾ നോക്ക്, ഒരേ സമയത്ത് ആദർശ ശുശ്രൂഷ രംഗത്ത് ഏറ്റവും വലിയ യുനാനി മെഡിക്കൽ കോളേജ്,
ഹോസ്പിറ്റൽ നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ കാന്തപുരം ഉസ്താദ് എന്നാണ് ഉത്തരം പറയാറുള്ളത്, അല്ലേ? ജനസേവനം നടത്തുന്ന നായകൻ, ആളുകൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുന്ന പണ്ഡിതൻ ആരെന്ന് ചോദിച്ചാൽ, പോകട്ടെ, കേരളത്തിൽ 2000-ലേറെ പള്ളി മുസ്ലിം സമുദായത്തിന് എടുത്തുകൊടുത്ത പണ്ഡിതനാരെന്ന് ചോദിച്ചാൽ മുസ്ലിം കേരളം ആശങ്കകളില്ലാതെ മറുപടി പറയും, അത് ഖബറുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. നിങ്ങൾ ചിന്തിക്കണം, എവിടെയാണത് നിറഞ്ഞു നിൽക്കാത്തത്? കണ്ടോളൂ, ഡോക്ടർ ഉമർ അബ്ദുള്ള കാമിലിനെ കൂടി കണ്ടോളൂ. لغضب ربك شيئا اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا اللهم شيلا اللهم صل على سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. അതാ ഞാൻ പറഞ്ഞത്, ആദർശ വിപ്ലവം തീർത്തു, വൈജ്ഞാനിക വിപ്ലവമുണ്ടാക്കി. നിങ്ങൾക്കറിയോ, ഈ അടുത്ത കാലത്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായല്ലേ ഒഴുകിയെത്തിയത്? ആരായിരുന്നു അതിന്റെ പിന്നിൽ? കാന്തപുരം ഉസ്താദ് തന്നെ. നമ്മൾ ആ കോഴിക്കോട്ട് വന്ന നമ്മളെ സുഹൃത്തിനെ കൂടിയെടുക്ക്, നിങ്ങൾ കാണണം. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഈ അടുത്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നത് 100-ലേറെ പേരുകളാണ്. ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിലുള്ള നേതാവാണ് അദ്ദേഹം. കണ്ടോ നിങ്ങൾ, കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? സുന്നികളെ, ഒരുപാട് കാലം ഞങ്ങളോട് സലാം പറഞ്ഞങ്ങൾ മടക്കുന്നില്ല, ഇന്ന് ഞാൻ സുന്നിയായിട്ടോ, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് സലാം പറയണം. ഇയാൾ ആഗ്രഹം കൊണ്ട് പറയാണ്. ഞാൻ പറയട്ടെ, സുന്നികളെ സുന്നികളാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഇന്ന് അതിന് വേറെ ഉദാഹരണമില്ല, ഖമറുൽ ഉലമ ഉസ്താദാണ്. അല്ലെങ്കിൽ എന്താവും അവസ്ഥ? സകല ഗുലാബിയോ, എല്ലായിടത്തും പോവാ, ആർക്കും പോവാ, എങ്ങോട്ടും പോവാ, ആരോടും സലാം പറയാ. ഈ ഒരവസ്ഥയിൽ നിന്ന് ഞാനൊരു സുന്നിയാണ്, കറകളഞ്ഞ സുന്നിയാണ്. الحب في الله والبغض في الله أفضل الأعمال الحب في الله والبغض في الله. മുജാഹിദാകാതിരുന്നാൽ പോരാ, മുജാഹിദിനെ സ്നേഹിക്കാനും പാടില്ല എന്ന് ഇവിടെ വരച്ചു കാണിച്ച മഹാനായ ഖുത്ബുൽ ആലം സിഎം വലിയുല്ലാഹി. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ കണിശമായ തീരുമാനം ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമിനുണ്ടായിരുന്നു. ആ തീരുമാനമാണ് മഹാനായ ഖമറുൽ ഉലമ അനുയായികളിലൂടെ ഇവിടെ സൃഷ്ടിച്ചെടുത്തത്. നോക്കൂ നിങ്ങൾ, കോഴിക്കോട്ടെ സമ്മേളനത്തിൽ വന്ന് അദ്ദേഹം സലാം പറയുന്ന ഭാഗം നമ്മൾ ആവേശത്തോടെ. അതിനുമുമ്പേ എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നു, ഒരു സലാം മടക്കിയാൽ തിരിച്ചു നിങ്ങൾ സലാം എനിക്ക് മടക്കണം. കാരണം വർഷങ്ങളായി നിങ്ങളോട് സലാം പറയുമ്പോൾ നിങ്ങൾ മടക്കാറില്ല. ഉസ്താദുമാരുടെ സമ്മതത്തോടെ ഞാനൊരു സലാം മടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിന്നിട്ടില്ല, ആരും ബേജാറായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ വൈരാഗ്യമില്ല. ഇന്നലെ വരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സുന്നി പ്രസ്ഥാനത്തിലേക്ക് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലേക്ക് നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അവർ കടന്നു വന്നപ്പോൾ ഞങ്ങൾ അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. എപി ഉസ്താദ്, മഹാനായ യൂസുഫുൽ ജിലാനി തങ്ങൾ, മഹാനായ താജുൽ ഉലമ തങ്ങൾ, മഹാനായ സുലൈമാൻ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ച ആശയം അതാണ്. ഓനെ നീ സ്നേഹിക്കേണ്ടത് അഹ്ലു സുന്നക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാത്തവരെ സ്നേഹിക്കാൻ പറ്റില്ല. ഇതിന്റെ ഫലം നോക്കൂ നിങ്ങൾ. വഹാബികൾ വരെ ഇവിടെ അനുഭവിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മർക്കസ് നയിച്ച ആദർശ വിപ്ലവം വഹാബികളിൽ ഒതുങ്ങുന്നില്ല. ഞാനൊരു സുന്നിയാണ്, ഞാനൊരു സുന്നിയാണ്, ഞാൻ വഹാബിയോട് സലാം പറയുകയില്ല, അവന്റെ കൂടെ നിസ്കരിക്കുകയില്ല, അവന്റെ മയ്യത്ത് നിസ്കരിക്കുകയില്ല എന്ന് പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ പറ്റുന്ന വലിയ ഒരു ആദർശ വ്യക്തികൾ, ആദർശത്തിന് പ്രേമിക്കം നൽകുന്ന വ്യക്തികളെ ഇവിടെ വളർത്തിയെടുത്തത് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ. നോക്കൂ നിങ്ങൾ അതിന്റെ ഫലം. ബാലുശ്ശേരി വരെ പറയാണ്, ഇയാളിപ്പോ താമസിക്കുന്ന നമ്മളെ പുത്തനത്താണിക്കടുത്ത ചെലൂരിലാണ്. ഇയാൾ പറയാ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോ 5 ചെറിയ കുട്ടികളെ ഞാൻ കണ്ടു, സുന്നി കുട്ടികളാ, സുന്നി കുട്ടികളാ. ഞാൻ സലാം ചൊല്ലി. അപ്പൊ ചെറിയൊരു കുട്ടി മറുപടി പറഞ്ഞത്ര, പോടാ എന്റെ ഒരു സലാം, പോയി ബാലനോട് സലാം പറയടാ. ആരാണ് ഇതിനെ പഠിപ്പിച്ചു കൊടുത്തത്? അതാണ് ഖമറുൽ ഉലമയുടെ പവർ.
ഒന്ന് കേട്ടോളൂ. അയാൾ പൊട്ടനായതുകൊണ്ട് അനുഭവമൊക്കെ അയാൾ വിളിച്ചു പറയും. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6 or 7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം, ജി പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ, ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? തന്നെ ആർക്കാണതിൽ തർക്കമുള്ളത്? താജുൽ ഉലമയും എപി ഉസ്താദും ഞങ്ങളെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ സുന്നിയാണെന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. ആരെതിർത്താലും പയഞ്ചന്മാരെന്ന് വിളിച്ചാലും എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാലും സുന്നത്ത് ജമാഅത്തിന്റെ അപ്പുറം ഒരു ബന്ധമില്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പറയാൻ പഠിപ്പിച്ച നേതൃത്വമാണ് മഹാനായ ഖമറുൽ ഉലമ. അതാണ് 35ാം വാർഷികം ആഘോഷിക്കുമ്പോഴും മർക്കസുൽ തഖാഫത്ത് സുന്നിയക്ക് പറയാനുള്ളത്. മനസ്സിലായി നിങ്ങള്? എ പി ഉസ്താദിനെ ലോകം മുഴുവൻ ആദരിച്ചത് കൊണ്ടാ. ആലിമീങ്ങളെ കരുത്ത്, ആദർശത്തിന്റെ കരുത്ത്, അതാണ് ഉസ്താദിന്റെ കരുത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ അല്ല. നമ്മളിങ്ങനെ നോക്കുമ്പോ ഉസ്താദിനെ പ്രശംസിക്കാത്ത ആരാളുള്ളത്? എല്ലാരും പ്രശംസിക്കാം. അതൊക്കെ പിന്നെ വന്ന സംഗതികളാ, മനസ്സിലാക്കണം. രാഷ്ട്രീയക്കാരും നേതാക്കളൊക്കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ അതെന്നെ ഒരു ദിവസം പറയണം. ഉദാഹരണത്തിന് 1-2 കാണിച്ചു തരാം. നിങ്ങൾ മർക്കസിനെ കുറിച്ച് പറഞ്ഞ, എ പി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ, പറയാത്തവരായ ആരുമില്ല. കണ്ണും കാതുള്ളവരൊക്കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ, അതിനി ആരായാലും ശരി 1-2 ഉദാഹരണത്തിന് കൊണ്ടുവരാം. അത് പറയലല്ല നമ്മളെ വിഷയം. പക്ഷേ കണ്ണും കാതുമുള്ളവരൊക്കെ ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണല്ലോ. അതുകൊണ്ട് നമ്മളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നുകൊണ്ട് ഉമ്മൻചാണ്ടി, നിങ്ങൾ നോക്ക്, കേരള യാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് നടന്നപ്പോ അൽഹംദുലില്ലാഹ് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉസ്താദിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ സംഘടനാ കുടുംബം ഒന്നിച്ചു നടത്തിയ കേരള യാത്ര, അതിന്റെ സമാപന സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കുകൾ ഒരൽപ്പം കേട്ടോ. ഒരുപാട് അദ്ദേഹം പറഞ്ഞു വേറെയുണ്ട്, കേരള യാത്രയിൽ തന്നെ പറഞ്ഞതുണ്ടായതുകൊണ്ട് ഞാനത് ഒന്നിൽ കേൾപ്പിക്കുകയാണ്. ശ്രീ ഉസ്താദിന്റെ ഈ വലിയ ദൗത്യം അത് ഒരു വൻപിച്ച വിജയമായി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ ഈ മഹാസദസ്സ് തന്നെ അതിന് വ്യക്തമായ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എ പി ഉസ്താദിന്റെ മഹത്തായ ഈ കഴിവ് അംഗീകരിച്ചുകൊണ്ടല്ലേ അദ്ദേഹം പ്രസംഗിച്ചത്. ഇനി ഞാൻ 1-2 വ്യക്തിത്വങ്ങളെ കൂടി കൊണ്ടുവരാം. ഇത് നിങ്ങൾ അറിയാനാ. മഹാന്മാര് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ, സാദാത്യങ്ങൾ കൂടെ ഉണ്ടായപ്പോൾ എല്ലാവരും ഉസ്താദിനെ അംഗീകരിക്കാൻ, ആശീർവദിക്കാൻ വന്നെത്തുകയാണ്. നമ്മളെ പിന്നെ വ്യവസായ മന്ത്രി ഒന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറയുന്നത് കേട്ടോ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. മർക്കസിനെ കുറിച്ച് പറയാത്ത, എ പി ഉസ്താദിനെ കുറിച്ച് പറയാത്ത രാഷ്ട്രീയ നേതാക്കളൊന്നുമില്ല. മുസ്ലിം ലീഗിന്റെ പരമോന്നതനായ നേതാവ്, കേരളത്തിന്റെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് മർക്കസിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഒരൽപ്പം നിങ്ങളൊന്ന് കേട്ടോളൂ. നിങ്ങൾ ചിന്തിക്കണം. ഇതിലുണ്ടാവല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഒരുപാടുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയതൊക്കെ തന്നെ ഒരു ദിവസം പറയണം. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മൾ പറയുന്നത് ഇവരൊക്കെ കണ്ണും കാതുമുള്ള എല്ലാവരും എ പി ഉസ്താദിനെ മർക്കസിനെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേട്ടു. മർക്കസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിന്റെ സംഭാവന വലുതന്നെയാണ്. മാത്രമല്ല, അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങൾ അതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് സുന്നികൾ തന്നെയാണ്. അപ്പോ അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എ പി ഉസ്താദിന്റെ ശക്തി അല്ലെങ്കിൽ മർക്കസിന്റെ കഴിവ്, ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു തർക്കമില്ല. കണ്ണും കാതുള്ള എല്ലാവരും അംഗീകരിക്കല്ലേ?
ഇനി നമ്മുടെ ഡോക്ടർ KT ജലീൽ സാഹിബ് ഉണ്ട്, അദ്ദേഹത്തെ കൂടി ഒന്ന് കൊണ്ടുപോവാ. നിങ്ങൾ കേൾക്കണം, ഏതൊക്കെ ആരൊക്കെയുണ്ടോ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരേ വാക്കിൽ പറഞ്ഞ വചനങ്ങളായി ഇത് ലോകത്തിന് തർക്കമുണ്ടായിട്ടില്ല. മർക്കസ് എന്താന്ന് ചോദിച്ചാൽ ഓക്കെ ഉസ്താദ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്ന് ഓർക്കുന്നു, അത് നമ്മുടെ കേന്ദ്രമാണ്, നമ്മുടെ സെന്ററാണത്. ഒരു വൃത്തത്തിൽ ഒരു മർക്കസേ ഉണ്ടാവൂ. ബഹുമാനപ്പെട്ട ശൈഖുന ഓക്കെ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ഞാൻ സ്മരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആരാണത് പറയാത്തത്? മർക്കസ് സമ്മേളനത്തിൽ ഡോക്ടർ KT ജലീൽ MLA പ്രഭാഷണത്തിൽ നിന്ന് പ്രസക്ത ഭാഗം നിങ്ങൾ കേട്ടോ. നേടിയ നേട്ടത്തിന്റെ പേരിലല്ല, ഇനിയും വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ, വർഷങ്ങളിൽ ഈ സ്ഥാപനം നേടാനിരിക്കുന്ന, ഈ സ്ഥാപനം കരസ്ഥമാകാനിരിക്കുന്ന അത്യുജ്വലമായ വിജയത്തിന്റെയും നേട്ടത്തിന്റെയും പേരിൽ അതിനെ കളമൊരുക്കി എന്നുള്ളതിന്റെ പേരിൽ ഇതിന്റെ സംഘാടകന്മാരെ വിശിഷ്യ ഈ സ്ഥാപനത്തിന്റെ നെടുംതൂണായ ഒരു സ്ഥാപനത്തെയും ഒരു സംഘടനയെയും തന്റെ അസാമാന്യവും അനിർവചനീയവും അനന്യസാധാരണവുമായ നേത്രപാടവത്തിന്റെ മാസ്മരികതയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് ഒരു ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ഷേഖുന AP അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ അസാമാന്യമായ നേത്രപാടവത്തിന്റെ പിൻബലത്തിൽ മുന്നോട്ടു പോകുന്ന ഈ സ്ഥാപനത്തിന്, ഈ സംഘടനക്ക് തിരിഞ്ഞു നോക്കേണ്ടത് പിന്നിട്ട വഴികൾ, വിജയിക്കുവാൻ എന്തൊക്കെ തങ്ങൾക്ക് നൽകി, വീഴ്ചകൾ എന്തായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് തന്നെയായിരിക്കും ഇതിന്റെ കുതിപ്പ്. അതെല്ലാരും അങ്ങനെ തന്നെയാണ്. ഒന്നുകൂടി ഞാൻ കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ മാത്രം, ഞാനും തോര സക്കാഫിയും പറയും, നിങ്ങൾ എന്തായാലും പറയും, നിങ്ങൾ എന്തായാലും അത് പറയും, ഉറപ്പല്ലേ. എന്നാൽ അങ്ങനെയല്ല, ലോകത്തുള്ള എല്ലാവരും, നമ്മളെ വൈദ്യുതി മന്ത്രി കൊണ്ട് ആര്യാടൻ സാറിനെ അതും കൂടി നിങ്ങൾ കേട്ടോ. കേരള യാത്രയുടെ സമാപന ദിവസം തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സംഘടനാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയഗാഥ രചിച്ച തിരുവനന്തപുരത്തെ സമ്മേളനം, അതിൽ പങ്കെടുത്തുകൊണ്ട് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ആര്യാടൻ മുഹമ്മദ് സാഹിബ് അദ്ദേഹം AP ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ അടിവരയിടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, രാഷ്ട്രീയക്കാരും നേതാക്കളും ഭരണാധികാരികളും മർക്കസിനെ കുറിച്ച് പറയാതെ പോയിട്ടില്ല, AP ഉസ്താദിനെ കുറിച്ച് പറയാതെ പോയിട്ടില്ല. ഒന്ന് കാണിച്ചു കൊടുക്കും, ആര്യാടൻ സാർ പറയട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി, കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ. അപ്പോ സഹോദരന്മാരെ, നിങ്ങള് അത്ഭുതം. കാരണം രാവിലെ നോക്കുമ്പോ നല്ല മഴക്കാറ്, നല്ല മഴ, പിന്നെ മഴ എങ്ങോട്ട് പോയതെന്നില്ല. തങ്ങൾ പാപ്പ അവിടെ ഉണ്ടാവുമ്പോ പിന്നെ അത് വേറെ അന്വേഷിക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന്മാരും ആലിമീങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല അൽഹംദുലില്ലാഹ് വന്റെ റഹ്മത്ത് അവര് പറയുന്നത് പോലെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാകുമ്പോ അവര് അല്ലാഹുവിനോട് ഒരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കും. അത് അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞതാണ്. അതാണ് അതിന്റെ പിന്നിലുള്ള ശക്തി. ഇനി നമ്മളെ കൊടുങ്ങല്ലൂരിൽ വെച്ച് പറഞ്ഞൊരു വാക്കുകൂടി നമ്മളെ ബെന്നി ബഹനാൻ MLA ഉണ്ട്, അദ്ദേഹത്തെ കൂടി കൊണ്ടുപോവാ. മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലുള്ള MLA-മാരും MP-മാരും ആരൊക്കെയുണ്ടോ അവരൊക്കെ ഉസ്താദിനെ നിർവചിക്കുകയാണ്. ഒരു MLA-യുടെ വാക്കുകൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. AP ഉസ്താദിനെ സംബന്ധിച്ച് നമ്മൾ